എൻ്റെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് ഈ വായനക്കാരെല്ലാം കയ്യിലുള്ള 100-50 ഒക്കെ വെച്ചിട്ട് കളക്ട് ചെയ്ത് എനിക്ക് 50,000 രൂപ എൻ്റെ അക്കൗണ്ട് ഇട്ട് തന്നിട്ട് പറഞ്ഞു പോയി പബ്ലിഷ് ചെയ്യടാന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന അതേ റൈറ്ററിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റുന്നു എന്ന രീതിയിലാണ് ഇപ്പം എൻ്റെ എഴുത്തിൻ്റെ ജീവിതം എത്തി നിൽക്കുന്നത്. പിന്നെ എഴുത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ, വായനയുടെ ആദ്യ ഘട്ടങ്ങളിൽ അത് വീടിന് വലിയ പങ്കുണ്ട്, നാടിന് പങ്കുണ്ട്, എൻ്റെ നാട്ടിലെ ട്യൂട്ടോറിയലിന് പങ്കുണ്ട്, അവിടെയുള്ള ക്ലബ്ബുകൾക്ക് പങ്കുണ്ട്, രാഷ്ട്രീയത്തിന് പങ്കുണ്ട്. ഇപ്പം ഞാനൊരു എഴുത്തുകാരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും അതിന് ഞാൻ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്ന്. 10 വയസ്സിൽ ബുക്ക് പബ്ലിഷ് ചെയ്തു, ഒരു വലിയ കാര്യമല്ലേ, ഒരു നല്ലൊരു കൈയടി കൊടുക്കൂ. നോബൽ സമ്മാനം കിട്ടിയ വിദേശ പുസ്തകങ്ങൾ എടുത്തു നോക്കൂ, നമ്മളത് മലയാളത്തിൽ ആഘോഷിക്കും. പക്ഷേ അതിലെ രതിയുടെ അംശങ്ങൾ എടുത്ത് പോയി യോസയുടെ പുസ്തകം ആടിൻ്റെ വിരുന്ന് എന്ന പുസ്തകം, പ്രേമനഗരം എത്രയാണോ ഞാൻ അത് വിവരിച്ചത് അതിൻ്റെ ഒരു 100 ഇരട്ടിയാണ്. പക്ഷെ ആ പുസ്തകം നമ്മൾ ആഘോഷിക്കും, കാരണം അത് നോബൽ പ്രൈസ് കിട്ടിയതാണല്ലോ. അത് ഞാൻ അത്രയ്ക്ക് രസമായിട്ട് 3.5 മണിക്കൂറിന് ഒറ്റ ഇരിപ്പിൽ വായിച്ചു എടുത്തു. നല്ല രസമായിരുന്നു അത്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റിലെ ഞാൻ തുടങ്ങാനായിട്ട് ഇവർ പറയുന്നു, എന്ത് തുടങ്ങണമെന്ന് അറിയത്തില്ല. സാധാരണ ഒരു മോഡറേറ്റർ ഉണ്ടാവാറുണ്ട്, ഇവിടെ അങ്ങനെയില്ല. അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വിഷയമെന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതം എന്ന് പറയുന്നതാണ്. എൻ്റെ എഴുത്തിലേക്ക് വന്ന കാര്യം ഞാൻ പറയാം. കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി, എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് ക്ഷമിക്കണം. ഞാൻ തീരെ ചെറുപ്പമുള്ള സമയത്ത് തന്നെ ഞാൻ കഥ പറയുമായിരുന്നു, കൂട്ടുകാരോടൊക്കെ കഥ പറയുമായിരുന്നു, ഇഷ്ടംപോലെ പറയുമായിരുന്നു. പറയുന്ന സമയത്ത് ഒരാൾ കേട്ട് കഴിയുമ്പോൾ അടുത്ത ആളെയും കൊണ്ടുവരും. അങ്ങനെ ഒരു 3-4 പേരോട് ഒരേ കഥ പറഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അത് എഴുതാൻ തുടങ്ങി. ബുക്കിൻ്റെ ബാക്കിൽ, റഫ് നോട്ടിൻ്റെ ബാക്കിലൊക്കെ എഴുതാൻ തുടങ്ങി. റഫ് നോട്ടിൻ്റെ ബാക്കിൽ എഴുതുമ്പോൾ ടീച്ചേഴ്സ് ചില സമയം ശ്രദ്ധിക്കും, അത് ചിലപ്പോൾ പറിച്ച് കീറി കളയും. പിന്നീട് അതിനുശേഷം വീട്ടിലാണെങ്കിലും അച്ഛനും ഇഷ്ടമല്ല എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുത്ത് ഭയങ്കരമായിട്ട് ഒളിച്ചു വെച്ചിട്ട് എഴുതാനായിട്ട് തുടങ്ങി. എഴുതി കഴിഞ്ഞാൽ ബെഡിൻ്റെ താഴെ ഒളിപ്പിച്ച് വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ എഴുത്തിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നീട് ഒരു +2 വെക്കേഷൻ സമയത്ത് 17 വയസ്സുള്ള സമയത്താണ് ഓജോ ബോർഡ്, എൻ്റെ ഫസ്റ്റ് നോവൽ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കും, ഓരോ ബുക്കുകൾ എടുത്തിട്ട് നോക്കിയിട്ട് ഏത് പബ്ലിഷിംഗ് ഹൗസാണെന്ന് നോക്കും. DC ബുക്സ്, മാതൃഭൂമി, ഗ്രീൻ ബുക്സ്, അങ്ങനെ ഒരുപാട് പബ്ലിഷിംഗ് ഹൗസുകളുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ചെറുതുമായിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസുകളുണ്ട്. അപ്പോൾ ഓരോ പബ്ലിഷിംഗ് ഹൗസിൽ ഞാൻ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കും, അല്ലെങ്കിൽ ഈ കഥ എടുത്തിട്ട് അയക്കും, പ്രിൻ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുത്തു. പലയിടത്ത് നിന്നിട്ട് റിജക്റ്റ് ചെയ്തിട്ടുള്ള കത്തുകൾ വരും തിരിച്ച്, ഈ കഥ തന്നെ തിരിച്ചു വരും കൊറിയറായിട്ട്. അപ്പോൾ സങ്കടം തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് എഴുതാനായിട്ട് കഴിവില്ല എന്ന്. എന്നിട്ടും പറ്റുന്നിടത്തൊക്കെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനുമായിട്ട് ഞാനും കൂടെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് കോട്ടയത്ത് പോവും. പല എടുത്തും പോയി ഇങ്ങനെ ചോദിക്കും എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ആരും തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തു ചാപ്റ്റേഴ്സായിട്ട്. ആദ്യത്തെ ചാപ്റ്റർ ഇട്ടപ്പോൾ തന്നെ നാട്ടിലൊക്കെ ചോദിച്ചു നിനക്ക് വേറെ പണിയില്ലെന്നും പറഞ്ഞിട്ട്. രണ്ടാമത്തെ ചാപ്റ്റർ ഇട്ടപ്പോൾ കോളേജിൽ വരും, തലേദിവസം രാത്രി ആയിരിക്കും പോസ്റ്റ് ഇടുന്നത്. പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ കൂട്ടുകാർ പറയും നിനക്ക് എന്തെങ്കിലും ബിറ്റ് മാഗസീനിൽ എഴുതി കൂടെ എന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇവന്മാർ വികാരച്ചുവയോടുകൂടിയൊക്കെ ഇരുന്നിട്ട് ഈ കഥ വായിക്കും, ഓജോ ബോർഡ്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടാവും. അതൊരു ഭയങ്കര, നമ്മളെ കളിയാക്കുന്നത് കൂട്ടുകാർക്ക് ഭയങ്കര ഒരു വിനോദമായിരുന്നു. ഞാൻ പിന്നെ എതിർക്കാൻ പോകത്തില്ല. ഒരു 4-5 ചാപ്റ്ററൊക്കെ ഇട്ടു, എന്നിട്ടും ആരും വായിക്കാനായിട്ടില്ല. 1-2 പേര് ലൈക്ക് ചെയ്യും. അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞൊരു പേജ് ഞാൻ തുടങ്ങുന്നത്. കഥ പേജിൽ ഞാൻ വീണ്ടും 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു, ഓരോന്ന് പോസ്റ്റ് ചെയ്തു. ഒരു 5-ാമത്തെ ചാപ്റ്റർ 6-ാമത്തെ ഇട്ടിട്ടും ആരും വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു 1-2 ചാപ്റ്റർ കൂടി ഇട്ടിട്ട് ഞാൻ ഇത് നിർത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ 7-ാമത്തെ ചാപ്റ്റർ ആയപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ട് ഇത് കൊള്ളാലോ എന്ന്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുൾ കഥ പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. അടുത്ത 8-ാമത്തെ ചാപ്റ്റർ ഇട്ടപ്പോൾ ഇതേ എൻ്റെ കൂട്ടുകാരനല്ല, സമീപത്തെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു പിന്നീടാണ് പരിചയപ്പെട്ടത്. ആ പയ്യൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ 2 പേര് വന്നു, അവരുടെ കൂട്ടുകാരെ കൊണ്ടുവന്നു. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ 37-ാമത്തെ ഭാഗം എഴുതി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് 15,000-ന് മുകളിൽ വായനക്കാരുണ്ട് ഫേസ്ബുക്കിൽ. അപ്പം എനിക്ക് തോന്നി ഓക്കെ, ഇപ്പോൾ റിജക്റ്റ് ചെയ്ത് വിട്ടാലും നമുക്കൊരു മീഡിയം ഉണ്ട്, നമ്മളൊരു മീഡിയം കണ്ടെത്തി ആ മീഡിയത്തിൽ തന്നെ എഴുതാം. 2-ാമത്തെ നോവൽ
മെർക്കുറിയലിൻ്റെ എഴുതി തുടങ്ങി. അതിലും സപ്പോർട്ട് കിട്ടി. അങ്ങനെയാണ് ആ ഒരു വായനക്കാർ തന്ന ധൈര്യം മാത്രമല്ല കേട്ടോ. ലാസ്റ്റത്തെ ചാപ്റ്ററിൽ ഒരാൾ കമൻ്റ് ഇട്ടു, ഇതൊരു ബുക്കാക്കി പുറത്തിറക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ റിപ്ലൈ ഇട്ടു, ചേട്ടാ ഞാൻ പഠിക്കുകയാണ്, എൻ്റെ പൈസയില്ല, ഞാൻ പലതവണ ശ്രമിച്ചു, പക്ഷേ ഇത് പബ്ലിഷ് ആക്കാനായിട്ട് ആരും വന്നില്ല എന്ന് പറഞ്ഞു. സെൽഫ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊരു സാധാരണ, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, സാധാരണ ഒരു വീടാണ്, ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ അത് കമൻ്റ് ഇട്ടു. ഒരു വിഷു സമയമായിരുന്നു. ഈ ആദ്യമേ വായിക്കാനായിട്ട് വന്ന വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവനും ഞാൻ ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. അവൻ വഴി എൻ്റെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് ഈ വായനക്കാരെല്ലാം കയ്യിലുള്ള 100-50 ഒക്കെ വെച്ചിട്ട് കളക്ട് ചെയ്ത് എനിക്ക് 50,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് പറഞ്ഞു പോയി പബ്ലിഷ് ചെയ്യടാന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ധൈര്യം, ആൾക്കാർ തന്ന ആ ഒരു ധൈര്യം, സപ്പോർട്ട് മാത്രമല്ല, അതിൻ്റെ പുറത്ത് പോയിട്ട് കോഴിക്കോട് പോയിട്ട് പല പ്രസ്സിലും കയറി ഇറങ്ങി ചീപ്പായിട്ട് എവിടെയാണ് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി ഒരിടത്തു നിന്ന് പ്രിൻ്റ് ചെയ്തു. പ്രീമിയർ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴിക്കോടുള്ളൊരു പ്രസ്സുണ്ട്, അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ വീട് നിറഞ്ഞു. ചെറിയൊരു വീടാണ്. വീട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. കാരണം ടി വി ഇരിക്കുന്നു, കട്ടിൽ കിടക്കുന്നു, മേശ കിടക്കുന്നു, അപ്പുറം അടുക്കളയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ നോക്കിയിരിക്കും, ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞു എൻ്റെ ബുക്കാ, ഇതാരും വാങ്ങും? ഞാൻ പറഞ്ഞു ഇത് നിറയെ ആൾക്കാർ വന്ന് വാങ്ങും, കടകളിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ആൾക്കാർ വന്ന് ക്യൂ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞു, നോക്കിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ ശരി നോക്കാമെന്ന് പറഞ്ഞു. ഇത് ആദ്യമേ ആലപ്പുഴയിൽ പ്രഭാത് ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവിടെ കൊണ്ടിട്ട് ഞാൻ ആ ചേച്ചിയൊക്കെ പറഞ്ഞു, ചേച്ചി ഈ ബുക്ക് ഇവിടെ വെക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു ഇതാരുടെ ബുക്കാ? ഞാൻ പറഞ്ഞു അഖിൽ പി ധർമ്മേൻ്റെ ബുക്കാ. അതാരാ? ഞാൻ പറഞ്ഞു അത് ഞാനാണ്, ഇവിടെ വെക്കാവോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, അങ്ങനെ തോന്നിയ മാസം ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് പോലും അറിയില്ല, നമുക്കിവിടെ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അതെടുത്തു. നേരെ എറണാകുളത്ത് പോയി പല ബുക്ക് സ്റ്റാൾസിലും പോയി നോക്കി, പക്ഷേ ഒരു മനുഷ്യനും എൻ്റെ ബുക്ക് വെച്ചില്ല. വെക്കാമെന്ന് പറഞ്ഞവർ തന്നെയാണെങ്കിലും ഭയങ്കരമായിട്ട് കമ്മീഷൻ പറഞ്ഞു, അത് നമുക്ക് പ്രിൻറ്റിങ് ചാർജ് പോലും കിട്ടില്ല. തിരിച്ചു പോകുന്നു. വീട്ടിൽ വന്നിരിക്കുകയാണ്. 1000 ബുക്കുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. നടക്കുമ്പോൾ തട്ടുന്നത് ബുക്കുകളിലാണ്, ബുക്കിൻ്റെ ബണ്ടിൽ. അച്ഛനിങ്ങനെ നോക്കിയിരുന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ചെതലരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ ഒരു വേർഡ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. വീട്ടിലൊരു ബാഗ് കിടപ്പുണ്ടായിരുന്നു, ആ ബാഗിൻ്റെ അകത്ത് ബുക്കുകളെല്ലാം കൂടെ അടുക്കി നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ പോയി. നിർത്തിയിട്ട ബസ്സുകളിൽ കയറിയിട്ട് ചോദിക്കും, ചേട്ടാ എൻ്റെ ബുക്കാണ്, ഇത്ര ഡിസ്കൗണ്ടിൽ തരാം, വാങ്ങാവോ എന്ന് ചോദിച്ചു. ചിലർ വാങ്ങി, ചിലർ കളിയാക്കി വിട്ടു. നേരെ ട്രെയിനിൽ കയറും. ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് കൊണ്ടുനടന്ന് വിൽക്കും. എൻ്റെ ബുക്ക് മാത്രം അങ്ങനെ കൊണ്ടുനടന്ന് എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുവന്ന്, എനിക്കറിയില്ല ആരെങ്കിലും ബസ് സ്റ്റാൻഡിൽ എൻ്റെ നിന്ന് മേടിച്ചിട്ടുള്ള ആരെങ്കിലും ഈ പരിപാടി കാണാൻ വന്നിട്ടുണ്ടോ എന്ന്. ഇവിടെയും കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്. അങ്ങനെ 1000 ബുക്ക് കോപ്പികൾ ഞാൻ വിറ്റ് തീർത്തു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് എഡിഷൻ ഓജോ ബോർഡ് കഴിയുന്നത്. അതിനുശേഷമാണ് എനിക്ക് എഴുത്തുകാരൻ എന്നുള്ളൊരു ലേബൽ വരുന്നതും ഫേസ്ബുക്കുകളിലൊക്കെ റിവ്യൂസ് വരാൻ തുടങ്ങി, ഈ ബുക്ക് എവിടെ കിട്ടും എന്ന് ചോദിച്ച്. അപ്പോൾ എന്നെ ഉപേക്ഷിച്ച് വിട്ടിട്ടുള്ള പല പുസ്തകത്തിൻ്റെ വിൽക്കുന്ന പല കടകളിൽ നിന്നിട്ടും വിളിക്കാൻ തുടങ്ങി. മോനെ അന്ന് നീ കൊണ്ടുവന്ന ആ ഒരു ബുക്കില്ലേ ഓജോ ബോർഡ്, 5 കോപ്പി ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല കടകളിലും ബുക്ക് ഡിസ്പ്ലേ വയ്ക്കാൻ തുടങ്ങി. പിന്നീട് 2ാമത്തെ ബുക്കും ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്തു, അതും കൊണ്ടുനടന്ന് വിറ്റു, അതും കടകളിൽ വന്നു. 3ാമത്തെ ബുക്കായപ്പോഴേക്കും DC ബുക്സും മാതൃഭൂമിയൊക്കെ വന്നിട്ട് ചോദിച്ചു 3ാമത്തെ ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ എഴുത്തിൻ്റെ വഴി എഴുത്തിലേക്ക് എത്തിയത്. താങ്ക് യു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനിനി എൻ്റെ എഴുത്തിൻ്റെ വഴി പറയുകയാണെങ്കിൽ അഖിൽ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് വേദികൾ ഈ ഒരു കഴിഞ്ഞ വർഷം പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഞാൻ പിറകിലിരിക്കുമ്പോൾ അവനടുത്ത് പറഞ്ഞു നമുക്കൊരു വെറൈറ്റിക്ക് നിൻ്റെ കഥ വേണമെങ്കിൽ ഞാൻ പറയാം, എൻ്റെ കഥ നീ പറഞ്ഞു എന്ന്. അപ്പം അത്രത്തോളം അഖിലിൻ്റെ ജേണി എന്താണെന്ന് എനിക്കറിയാം. അതുമായിട്ട് ഒരുപാട് സിമിലറാണ് എൻ്റെയും ജേണി. അപ്പോൾ എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനൊരു 4-5 വർഷങ്ങൾക്ക് മുൻപേ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് രാംകോ ആനന്ദി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ പുസ്തകം ഹിറ്റാവുന്നതിന് മുൻപേ, അഖിലിന രാംകോ ആനന്ദിയുടെ പേരിൽ ആളുകൾ ഇത്രയും ആഘോഷിക്കപ്പെടുന്നതിന് മുൻപേ ഞാൻ വായനയ്ക്ക് എടുത്തുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അപ്പോൾ ആ ബുക്ക് വായിച്ചു. ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർത്ത ബുക്കാണ്. ബുക്ക് വായിച്ചിട്ട് ഞാൻ ഓദറിനെ തപ്പിപ്പിടിച്ച് ഇൻസ്റ്റയിൽ അഖിലിനൊരു മെസ്സേജ് അയച്ചു. എനിക്ക് ബുക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്കിത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യാന്ന് അറിയില്ല, ഒരു പുസ്തകത്തിന് എങ്ങനെയാണ് സ്ട്രക്ചർ ആക്കാന്ന് അറിയില്ല, ഒരു ധാരണയില്ല. അപ്പോൾ എഴുത്തിൽ ഒരു പാരമ്പര്യവും അർഹിക്കാത്ത ഒരാളെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവകാശപ്പെടാനില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ആകെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ അഖിലാണ്.
അപ്പം ഞാൻ നൈസായിട്ട് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചു. അപ്പം ചേട്ടാന്നൊക്കെയാണ് വിളിച്ചത്. ചേട്ടാ എനിക്കൊരു ബുക്ക് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ അഖിലിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മെയിൽ അയച്ചാൽ മതി, DC എടുത്തോളും അല്ലെങ്കിൽ മാതൃഭൂമി എടുത്തോളും, ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അഖിൽ പറഞ്ഞു എന്ന വഴിയിലൊന്നും എൻ്റെ എഴുത്ത് പോയില്ല. കേരളത്തിലെ ഒരുവിധം എല്ലാ പബ്ലിക്കേഷനും അത് റിജക്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞൊരു 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ ആ പുസ്തകം കഴിഞ്ഞു, അടുത്ത പുസ്തകം കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന അതേ റൈറ്ററിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റുന്നു എന്ന രീതിയിലാണ് ഇപ്പം എൻ്റെ എഴുത്തിൻ്റെ ജീവിതം എത്തി നിൽക്കുന്നത്. ഞാൻ ഇന്ന് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്ന ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിങ്ങനെ കുറേ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യും, എത്രയിലാണ് പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത്, ഏത് കോളേജിലാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കല്ലേ ചേച്ചി, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, ഏത് കമ്പനിയിലാണ്, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കമ്പനിയിലല്ല, ഞാനൊരു റൈറ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓക്കെ ശരി. ഒരു മിനിറ്റ് മിണ്ടായിരുന്നു, പിന്നെയും ചോദിച്ചു അതൊക്കെ പോട്ടെ, എന്താ ജോലി? അപ്പോൾ ഒരു റൈറ്ററാണ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സൊസൈറ്റിയിലേക്ക് 2025 ഒരു റൈറ്ററായിട്ട് മാറണം. ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ കൂടിയാണ്. ഒരു റൈറ്റിങ്ങിലൂടെ നമുക്ക് ഏൺ ചെയ്യാം, അതിലൂടെയും നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന രീതിയിൽ എൻ്റെ ലൈഫിനെ ചേഞ്ച് ആക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റിംഗ് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ എഴുത്തിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എഴുത്തിലൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെപ്പോലൊരാൾക്ക് കേരളത്തിലൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത് അത് ഇത്രയും ഹ്യൂജ് സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എഴുത്തിലൂടെ ഒരു ജീവിതം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കും അത് പറ്റും എന്നുള്ള രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. എഴുത്തിലോട്ട് വന്ന വഴി ഇതുപോലെ തന്നെ സിമ്പിളാണ്. ചെറുപ്പകാലത്ത് ഞാൻ ഭയങ്കര അൺഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയാണെങ്കിൽ അധികം സംസാരിക്കാത്തൊരു ടൈപ്പായിരുന്നു. അപ്പം ഞാൻ സ്കൂളിലൊക്കെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പോയി പറയുമ്പം അമ്മ ഭയങ്കര പാസീവായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അൺഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡും ലോൺലിനെസ്സും ആണ് ഒരാളെ അല്ലെങ്കിൽ എഴുത്തുകാരനാക്കുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സ് തോന്നിയ കാര്യങ്ങൾ വെറുതെ എഴുതിയിടുമായിരുന്നു. ചെറിയ കവിതകളായിട്ടും കഥകളായിട്ടും ഒക്കെ ഇങ്ങനെ എഴുതിയിടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ബുക്കായ നനയുവാൻ ഞാൻ കടലാകുന്നു എന്നുള്ള പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളൊരു കഥയുണ്ട്, നിങ്ങൾ എവിടെയാണ് മാഷേ എന്ന് പറഞ്ഞിട്ട്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. അപ്പം ഞാൻ പഠിക്കാൻ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നില്ല. അപ്പോൾ എൻ്റെ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികളും ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് കവിതയാവാം, കഥയാവാം, എന്തുമാവാം, 10 പേജാവാം, 20 പേജാവാം. പക്ഷേ 7ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് പ്രേമൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കൊള്ളാലോ, എൻ്റെ അച്ഛനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ കണ്ടു വന്നിട്ടുള്ളത് അച്ഛൻ്റെ പേപ്പറിൽ വരുന്ന ഒരുപാട് ഫോട്ടോസാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വലുതാകുമ്പോൾ ഇതുപോലെ മോളുടെ ഫോട്ടോയും പേപ്പറിൽ വരണം. അപ്പം അന്നൊക്കെ ആകെയുള്ളൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ എങ്ങനെയെങ്കിലും പേപ്പറിൽ വരണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോ പേപ്പറിൽ വരാനായിട്ട് അന്ന് എനിക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ സാറിന് കുറേ പിറകെ കൂടി എങ്ങനെയെങ്കിലും ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് 3ാം ക്ലാസ്സിലെ വെക്കേഷന് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലാണെന്ന് താമസിക്കുക. കുറേ കവിതയൊക്കെ എഴുതി, ഈ പട്ടി പൂച്ച എന്നൊക്കെ പറയുന്ന പോലെ സിമ്പിൾ കവിതകളൊക്കെ എഴുതിയിട്ട് 4ാം ക്ലാസ്സിൽ ജൂണിൽ ഒരു മഴക്കാലത്ത് ന്യൂസ് പ്രിൻറ്റിൽ എൻ്റെ കവിതകളൊക്കെ പിൻ ചെയ്തിട്ട് ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അന്ന് സാറ് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് ആരുടെ സംസാരിക്കുന്നില്ല. അപ്പം അന്ന് എൻ്റെ കവിതാ പുസ്തകം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് സാറൊരു ഹോംവർക്ക് തന്നു. പിറ്റേന്ന് ഈ പുസ്തകം കാണിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിലെത്തി. സാറ് വഴക്കൊന്നും പറഞ്ഞില്ല, ഇതേപോലെ മൂഡ് ഓഫ് ആയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അടുത്തുള്ള കുട്ടി പറയാണ്, സാറ് ട്രാൻസ്ഫറായി പോവുകയാണ്, സാറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അന്നെന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇത്രമാത്രം എന്തിനാണ് കരഞ്ഞതെന്ന് അറിയില്ല, കാരണം ഇതിലും വലിയ ട്രാജഡികൾ എനിക്ക് ഫ്യൂച്ചറിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ നനഞ്ഞു കുതിർന്ന ന്യൂസ് പ്രിൻറ്റിലുള്ള കവിതാ പുസ്തകമായിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ വരാന്തയിലിരുന്ന്. എന്നെങ്കിലും എനിക്കൊരു പുസ്തകം എഴുതണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട്. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവുകയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷത്തോളം എഴുത്ത് വായന എന്നുള്ളതൊന്നും എൻ്റെ ഡിക്ഷണറിയിലേ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും പറയും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, എന്ത് വന്നാലും സ്വപ്നങ്ങളുടെ പിറകെ പോകണം എന്നുള്ളത്. അപ്പോൾ വളരെ ബ്ലൈൻഡായിട്ട് അത് പറയാൻ പറ്റാത്ത ഒരാളാണ് കാരണം
എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് സ്വപ്നങ്ങൾക്ക് പിറകെ പോകണമെങ്കിലും ഫിനാൻഷ്യലി നമ്മൾ സം ഓർ അതർ വേ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഞാനൊരു എഴുത്തുകാരി ആവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ അടഞ്ഞു പോകുമായിരുന്നു എന്ന്. എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൈസ കയ്യിലുണ്ടാവും, ഒരു വീട് വെക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന്. അപ്പം എന്നെപ്പോലെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന എല്ലാ ആൾക്കാരെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും ബേസിക് നീഡ് 3 നേരം ഭക്ഷണം കിട്ടുക, വസ്ത്രം കിട്ടുക, പാർപ്പിടം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. അത് പഠിച്ച് ഞാൻ നേരെ ജോബിന് കയറി. ഹൈദരാബാദ്, മുംബൈയും ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്തു. ഇപ്പം ഞാനൊരു എഴുത്തുകാരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും അതിന് ഞാൻ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്ന്. അപ്പം എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജേർണലിസം എല്ലാം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് മുംബൈയിലാണ്. മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു, നല്ല പാക്കേജ് ഉണ്ടായിരുന്നു, എഴുത്ത് വായന എന്ന സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ചില്ലായിട്ട് വർക്ക് ചെയ്ത് മാസം മാസം ശമ്പളം വാങ്ങിയിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. അങ്ങനെ കൊറോണ വന്നു. കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് മോദി എല്ലാ ചൈനീസ് ആപ്പുകളും ബാൻ ചെയ്തു. അപ്പം ഞാനൊരു ചൈനീസ് ആപ്പിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ ജോലി പോയ സമയത്ത് ഭയങ്കര നിരാശയായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, എന്തായി അടവക്കില്ലേ, അടുത്ത മാസം അടവക്കില്ലേ, എന്താ അവസ്ഥ എന്ന് ചോദിക്കും. അപ്പം ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർക്കും ടെൻഷൻ ആവില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. ജോലി കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ ഒരു സമയത്ത്. എല്ലാവർക്കും ജോലി പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പം അമ്മയൊന്ന് ഇരുത്തി നോക്കിയിട്ട് പോയി, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വെച്ച് പോയി. അങ്ങനെ ഞാൻ എൻ്റെ ജോലി പോയ സമയത്ത് എഴുതിയ ബുക്കാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ബുക്കായിട്ടുള്ള നനയുവാൻ ഞാൻ കടലാകുന്നു. അപ്പം അത് പബ്ലിഷ് ചെയ്തത് എനിക്കറിയുന്ന ഒരു ചേട്ടനാണ് തൃശ്ശൂരുള്ള. ആ ബുക്ക് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇതെങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ആഗ്രഹത്തിനൊരു ബുക്ക് എഴുതി, അത് കംപ്ലീറ്റ് ആയി 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അടുത്ത ജോലിയും കിട്ടി. ഞാൻ നേരെ ജോലിയുടെ വഴിക്ക് പോയി. പക്ഷേ ഈ നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന പുസ്തകം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ നമ്മളൊരു പുസ്തകം കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ കോഴിക്കോടുള്ള ഇപ്പം അഖിൽ പറഞ്ഞ പോലെ എല്ലാ ബുക്ക് സ്റ്റാളിലും എൻ്റെ പുസ്തകം ഇവിടെ വെക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇത് തന്നെയാണ്, ആരുടെ പുസ്തകമാണ്, എന്ത് പുസ്തകമാണ്. അപ്പം എൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് അങ്ങനെയൊക്കെ ആരെങ്കിലും പുസ്തകം കൊണ്ട് വരുമോ എന്നുള്ളായിരുന്നു അവരുടെ ഒരു തോട്ട്. അങ്ങനെ അന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ബുക്ക് സ്റ്റാളിലും എൻ്റെ ബുക്ക് അവിടെ ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു, നീ നോക്കിക്കോ, ഒരു ദിവസം എൻ്റെ പുസ്തകം ഇവിടെയുള്ള എല്ലാ ബുക്ക് സ്റ്റാളിലും ഫ്രണ്ട് റോള് വരും. അന്ന് വെറുതെ തള്ളിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്വപ്നങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ നമ്മളെ തേടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് ജോലിക്ക് പോയി. ബാംഗ്ലൂരും ജോലി ഇതേപോലെ തന്നെ പോയി, ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം വിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് ലൈഫ് പോകുന്ന സമയത്ത് പിന്നെയും മോദി ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി ബാൻ ചെയ്യാണ്. അപ്പോൾ 2ാമത്തെ തവണയും ബാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആൾക്ക് എന്നോട് എന്തോ പ്രത്യേക സ്നേഹമുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒരു എഴുത്തുകാരി ആക്കണമെന്ന് എൻ്റെ അമ്മയെക്കാളേറെ എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളെക്കാളേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് മോദി എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എന്നാൽ 2ാമത്തെ ബുക്ക് എഴുതിയേക്കാന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയൊരു 3 മാസം ഇരുന്നിട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം ഞാൻ എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ജോലി കിട്ടി. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സെൽഫ് പബ്ലിഷ് ചെയ്യേണ്ടായിരുന്നു. ആദ്യ പുസ്തകം ഞാൻ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് പ്രിൻറ്റ് ചെയ്തത്. 20,000 രൂപ കൊടുത്തിട്ട് 200-300 കോപ്പിയാണ് അന്ന് അടിച്ചത്. അപ്പം വേറെ ആരെങ്കിലും ഇത് പബ്ലിഷ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹത്തിൽ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ മുഖ്യധാര പബ്ലിക്കേഷനിലോട്ടും എൻ്റെ പുസ്തകം പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അവരെല്ലാ ബുക്കും എടുക്കും, അവരെല്ലാ പുസ്തകവും ചെയ്യും, പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ര കോൺഫിഡൻസിലൊക്കെ ശരി എന്നാൽ കയ്യിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ ഈ ബുക്കൊന്ന് പബ്ലിഷ് ചെയ്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പബ്ലിക്കേഷനിൽ ബുക്ക് കൊടുത്തിട്ട് വന്നു. അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒരു പെൺകുട്ടിയുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ ആര് വായിക്കാനാന്ന് പറഞ്ഞിട്ട് എല്ലാ പുസ്തകവും ചെയ്യുന്ന ആ പബ്ലിക്കേഷൻ വരെ റിജക്റ്റ് ചെയ്തൊരു പുസ്തകമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത ജോലിക്ക് കയറി. ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് പോയി. ഇപ്പോൾ ഞാനൊരു ജെൻസി കിഡാണ്. അപ്പോൾ എല്ലാവരും പറയും സോഷ്യൽ മീഡിയ വഴിയിട്ട് തള്ളിയാണ് നിമ്നയുടെ ബുക്ക് ഹിറ്റാക്കിയത് എന്നുള്ളൊരു ഒരു അപസ്വരം ഞാൻ പറയുന്നില്ല, അതൊരു ഫാക്റ്റാണ്, അത് ഞാൻ കേൾക്കുന്നുണ്ട്.
അപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും, അല്ലെങ്കിൽ നിമ്നേനെ അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരാൾ പോലും രാവിലെ എഴുന്നേറ്റ് ശരി നിമ്നേനെക്കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിമ്നയുടെ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞേക്കാം എന്ന് ആരും പറയില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ പുസ്തകങ്ങൾ ആൾക്കാർ വായിക്കണമെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഒരു ഓതറിനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ജൻസി കിട്ടുന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. സോഷ്യൽ മീഡിയ വഴി എൻ്റെ പുസ്തകം പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരു 50,000 കോപ്പിയൊക്കെ ആയ സമയത്തേക്ക് ഞാൻ നോക്കി അടുത്ത ബുക്ക് എഴുതണോ അതോ മോദിയായിട്ട് വന്ന് ബാൻ ചെയ്യുമെന്ന് കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആൾ വന്നില്ല. അപ്പം ഞാൻ ശരി എന്നാൽ ഞാനായിട്ട് തന്നെ റിസൈൻ ചെയ്താക്കാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യും. ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സുകാരി കണ്ട ആ സ്വപ്നത്തിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ഫുൾ ടൈം റൈറ്ററായിട്ടുള്ള ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷം. അഖിലും ഞാനും നിമ്നയും ഞാനും ഒക്കെ വ്യത്യസ്ത വേദികളിൽ രണ്ടുപേരായിട്ട് ഇരുന്നെങ്കിലും ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കുന്ന ഒരു വേദി എന്ന രീതിയിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എഴുത്തുകാരുടെ എന്നല്ല, ഏതൊരാളുടെയും എഴുത്ത് ജീവിതവും വായനാ ജീവിതവും അയാളുടെ മാത്രം അനുഭവ ലോകമാണെന്നോ അയാളുടെ മാത്രം അല്ലെങ്കിൽ അവളുടെ മാത്രം ജീവിതമാണെന്നോ തോന്നുന്നില്ല. അതൊരു സാമൂഹ്യ ജീവിതമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൃതി എഴുതുന്നുണ്ടെങ്കിൽ, ഞാനൊന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവ ലോകങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവ ലോകങ്ങളും നാടിൻ്റെയും അങ്ങനെ ഒരുപക്ഷെ ദേശത്തിൻ്റെയും എന്തെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാമോ കൂടി ചേർന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയാവുന്ന ഒരു സാമൂഹ്യ ബന്ധത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു എഴുത്ത്. ഇപ്പോൾ എൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെയൊക്കെ ചെറിയ കാലം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പോൾ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്തൊരു കാലമാണ്. അതുപോലെ ടെലിവിഷൻ പോലും സജീവമായി എല്ലായിടത്തും എത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ കുറേ അപ്പുറത്തൊരു വീട്ടിലൊരു ടി വി ഉണ്ട്. അത് ഞായറാഴ്ച വൈകുന്നേരം സിനിമ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവും. പിന്നെ മൊബൈലില്ല, ടെലിഫോൺ തന്നെ 1-2 വീടുകളിലുണ്ടാകും. പിന്നെ ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല, ഇൻസ്റ്റയില്ല, ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്ക് അന്ന് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാലമംഗളം, ബാലഭൂമി, ബാലരമ പോലുള്ള ഒരു വായിക്കാനുള്ള കാര്യങ്ങളാണ്. ആ കാലത്ത് എൻ്റെ ജനറേഷനിലുള്ള മനുഷ്യരെല്ലാം തന്നെ ഈ രീതിയിലാണ് വായനയിലേക്ക് എത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ അത് വായിക്കുന്നു. ഒരുപക്ഷെ ഒരു പുസ്തകം മാത്രമാണ് ഉണ്ടാവുക. അത് 10-20 പേര് ചേർന്ന് വായിച്ച് മുഷിഞ്ഞ് ഒരു സ്ഥലത്ത് ഇടുമ്പോഴേക്കും അടുത്ത പുസ്തകം വരുന്നു. അങ്ങനെയാണ് വായനയിലേക്കുള്ളൊരു ലോകം നമുക്ക് തുറന്ന് കിട്ടുന്നത് ആ കാലത്ത്. അത് മാത്രമല്ല, പിന്നെ അന്നത്തെ ഏതൊരു കുട്ടിയുടെയും ആഗ്രഹം പോലെ അങ്ങനെയുള്ള മാസികകളിൽ എന്തെങ്കിലും ഒന്ന് അച്ചടിച്ച് വരണം. പക്ഷെ അതിനുള്ള ഒരു സാധ്യതയില്ല. ഇതെവിടെ അയക്കണം, എങ്ങനെ അയക്കണം, ആരോട് ചോദിക്കണം, ഇതെവിടെയാണ് കൊടുക്കേണ്ടത് ഒന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളായി നിലച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നേരത്തെ നിമ്നയൊക്കെ പറഞ്ഞതുപോലെ ഒരു ഹൈസ്കൂൾ കാലത്തെത്തിയപ്പോഴാണ് നമ്മുടെ അധ്യാപകർ അങ്ങനെ തീർച്ചയായും അധ്യാപകർക്ക് എഴുത്ത് ജീവിതത്തിലും വായനാ ജീവിതത്തിലും വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അധ്യാപകരെ കിട്ടിയതുകൊണ്ട് അവർ ആണ് ആദ്യമായിട്ട് എൻ്റെ എഴുതിയൊരു സാധനം, ഒരു കവിതയായിരുന്നു, നോട്ട് ബുക്കിൽ എഴുതിയ കവിത അവർ കണ്ടെടുക്കുകയും അവർ ബാലപംക്തിക്ക് അയക്കുകയും അത് അച്ചടിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ ആദ്യമായി നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അവാർഡായിരുന്നു അന്ന് ബാലപംക്തിയിലൊരു കവിത അച്ചടിച്ച് വന്നു. അതാണ് എഴുത്ത് ജീവിതത്തിലേക്കുള്ള വായനാ ജീവിതത്തിലേക്കും തന്നെയുള്ള വലിയൊരു വഴി. പിന്നെ എനിക്ക് തോന്നുന്നു നിമ്ന തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഏത് നോക്കിയാലും നമുക്ക് ആരോഗ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എഴുത്ത് വഴിയിലും വായനാ വഴിയിലും. ഇപ്പോൾ മുഹമ്മദ് അബ്ബാസാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ടു, ഒരു പല്ലുവേദന വന്നാൽ പല്ലിങ്ങനെ ഉള്ളിൽ കുത്തുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് എഴുത്ത് ജീവിതം ആലോചിക്കാൻ കഴിയില്ല, വായനാ ജീവിതം ആലോചിക്കാൻ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരോഗ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഇത് വായിക്കാനും എഴുതാനും കഴിയുന്നത്. എഴുതാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു, വായിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു. എഴുത്ത് എപ്പോഴും സെക്കൻഡറി ആണെന്നാണ്, രണ്ടാമതാണ്. ഇതുണ്ടെങ്കിലേ അടുത്തതുള്ളൂ. അതുകൊണ്ട് അത് നിലനിർത്താൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. പിന്നെ എഴുത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ, വായനയുടെ ആദ്യ ഘട്ടങ്ങളിൽ അത് വീടിന് വലിയ പങ്കുണ്ട്, നാടിന് പങ്കുണ്ട്, എൻ്റെ നാട്ടിലെ ട്യൂട്ടോറിയലിന് പങ്കുണ്ട്, അവിടെയുള്ള ക്ലബ്ബുകൾക്ക് പങ്കുണ്ട്, രാഷ്ട്രീയത്തിന് പങ്കുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും പങ്ക്
പറ്റിയ ഒരാളാണ് ഞാനെന്ന രീതിയിൽ. എൻ്റെ ഒറ്റയ്ക്കുള്ള വായനാ ജീവിതമല്ല, ഒറ്റയ്ക്കുള്ള എഴുത്ത് ജീവിതമല്ല, അത് സാമൂഹ്യമായ എഴുത്ത് ജീവിതവും വായനാ ജീവിതവുമാണ്. വീട്ടിൽ വലിയ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഇതെല്ലാം ഉണ്ടായിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ച ഒരു കുടുംബമായിരുന്നെങ്കിലും അച്ഛൻ എന്തുകൊണ്ടോ ഒരുപക്ഷെ കറി വെക്കാനുള്ള സാധനങ്ങളില്ലെങ്കിൽ പോലും വാരികകളും പത്രങ്ങളും ഇങ്ങനെ വാരിക്കൂട്ടുമായിരുന്നു. അത് എങ്ങനെയാണത് സാധിച്ചതെന്നറിയില്ല. ഒരുപക്ഷെ കടമാണെങ്കിൽ പോലും എനിക്കിപ്പോഴും ഞാൻ തമാശ രൂപത്തിൽ പറയും, ഒരു ദിവസം കറി വെക്കാനായിട്ട് സാധനമില്ലായിട്ട് അച്ഛൻ വരുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ വാരികയും പത്രമാണുള്ളത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞത് എന്നാൽ ഇത് വെച്ച് കറി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നമുക്കുള്ളത് കൊണ്ടാണ് അന്ന് വാരിക ഒന്നും വായിക്കാൻ അറിയില്ലെങ്കിലും അതിങ്ങനെ മറിച്ച് നോക്കും, വെറുതെ അതിലെ ചിത്രങ്ങൾ നോക്കും. ഇതുപോലെ പിന്നീട് ബാലഭൂമി പോലുള്ള കാര്യങ്ങളിലെത്തും. പിന്നെ പിന്നീട് മാറുകയാണ്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ശേഷം ആ ട്യൂട്ടോറിയലിൻ്റെ പേര് പറയാതെ എൻ്റെ എഴുത്ത് ജീവിതവും വായനാ ജീവിതവും അധ്യാപന ജീവിതവും ഒന്നും ആവില്ല എന്ന് വിക്ടറി ട്യൂട്ടോറിയൽ എന്ന ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അവിടെ ഞങ്ങളൊരു 10-20 പേർ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള 10-20 പേർ ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു പുതിയ പുസ്തകം ഇറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും. ചിലപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാലും വീട്ടിലേക്ക് പോവില്ല, പാതിരാത്രി വരെ ആ ട്യൂട്ടോറിയൽ ഇരിക്കും. ചിലപ്പോൾ അന്നവിടെ കിടക്കും. ആ പാതിരാത്രിയൊക്കെ ചർച്ചകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ അകാലത്തിൽ വിട്ടുപോയ ജിനേഷ് മടപ്പള്ളിയെ പോലെയുള്ള കവികൾ ആ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു, ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം, അങ്ങനെ ഒരു സൗഹൃദം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നും വായനക്കാർ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ 10 പേരാണെങ്കിൽ 10 പേർ നമ്മൾ എഴുതുന്ന സാധനം അവർക്ക് മുമ്പിൽ വായിക്കുകയും ചിലപ്പം അതിഗംഭീരമായ വിമർശനം കേൾക്കും, നീ എഴുത്ത് നിർത്തിക്കോ, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മൾ അടുത്തതിനുള്ളൊരു ഊർജ്ജമാണിത്. ഇത്തരത്തിലുള്ളൊരു എഴുത്ത് ഊർജ്ജം നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് എഴുതുന്നു, പക്ഷേ അത് വാരികകൾക്ക് അയക്കുന്നു, തൊട്ട് മുമ്പ് നിമ്ന പറഞ്ഞതുപോലെ തിരിച്ചു വരുന്നു. കാരണം അന്നൊക്കെ 5 രൂപ, ഇന്നത്തെ പോലെ മെയിൽ ചെയ്യലല്ലോ, 5 രൂപ കവറ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വേണം മറുപടി കവറിൽ അത് കിട്ടണമെങ്കിൽ. അപ്പോൾ 10 രൂപ വേണം. 5 രൂപ അങ്ങോട്ടേക്കുള്ള സ്റ്റാമ്പിനും 5 രൂപ തിരിച്ചയക്കുകയാണെങ്കിൽ തിരിച്ചുള്ള സ്റ്റാമ്പും. ഇങ്ങനെ 10 രൂപ സ്റ്റാമ്പ് വെച്ച് അയച്ച് എല്ലാ ആഴ്ചയും മാസങ്ങളുമായിട്ട് ഇത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവസാനം അമ്മ എന്നോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യും, ഈ സ്റ്റാമ്പിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് 1 സെൻറ്റ് സ്ഥലം വാങ്ങായിരുന്നല്ലോ എന്ന ആ കാലത്ത്. അപ്പോൾ അത്തരത്തിൽ തിരിച്ചയക്കപ്പെട്ട എഴുത്തുകളുടെ, തിരിച്ചയക്കപ്പെട്ട എഡിറ്റർമാരുടെ കത്തുകളാണ് എൻ്റെ എഴുത്തുകളേക്കാൾ കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് നമ്മൾ കോളേജിലെത്തിയത്. പക്ഷേ സംസ്കൃത സർവകലാശാലയിൽ എത്തിയപ്പോഴാണ് വിശാലമായ ഒരു ലോകബോധം, സംസ്കൃത സർവകലാശാല ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മുമ്പ് എനിക്കറിയുന്ന, വിശാലമായ ഒരു വായനയുടെ ഒരു ലോകവും എഴുത്തിൻ്റെ ലോകവും നമ്മൾ പരിചയപ്പെടാൻ ആഗ്രഹിച്ച എഴുത്തുകാരെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കിയത് സംസ്കൃത സർവകലാശാലയും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ സുഹൃത്തുക്കളൊക്കെയാണ്. അത്തരത്തിലുള്ളൊരു സാമൂഹ്യമായൊരു ബന്ധം ആ കാലത്ത് വന്നു ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നീട് അത്തരത്തിലുള്ള വായനയിലേക്ക് എത്തുകയും, ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പ്രേമനഗരം, മധുരവേട്ട, ഇത് രണ്ടും എഴുതിയ ഒരാളെന്ന രീതിയിലാണ്. പക്ഷേ ഇതിനു മുമ്പ് ഞാനൊരു 16 പുസ്തകങ്ങൾ എഴുതി. 16 പുസ്തകങ്ങൾ എഴുതിയത് 2 വർഷമൊക്കെ കഷ്ടപ്പെട്ട് പഠനം നടത്തി എഴുതിയ പുസ്തകങ്ങളുണ്ടായിരുന്നു, പഠന പുസ്തകങ്ങൾ. അത് ആ പബ്ലിക്കേഷനിലെ ആളുകളും ഞാനുമേ വായിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രേമനഗരം വന്നപ്പോൾ എൻ്റെ ആ 16 പുസ്തകങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല. ആളുകൾക്ക് അറിയാവുന്ന പ്രേമനഗരത്തിൻ്റെ എഴുത്തുകാരൻ, പ്രേമനഗരം എഴുതിയ ആൾ. ഒരുപക്ഷെ ഈ വേദിയിൽ പോലും ഞാൻ ഇരിക്കുന്ന എന്നെ വിളിച്ചത് പ്രേമനഗരവും മധുരവേട്ടയും എഴുതിയ ഒരാളെന്ന രീതിയിലാണ്. അതിനു മുമ്പ് എൻ്റെ ഏറ്റവും കൂടുതലുള്ള അധ്വാനവും അതിനേക്കാളേറെ വിയർപ്പും സമയവും കാലനഷ്ടവും ഒക്കെ ഉണ്ടായിരുന്ന വർക്കുകൾ ആരും അറിയപ്പെടാതെ പോയി. അതിലെനിക്ക് ആ കാലത്തൊക്കെ നിരാശയുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നിരാശയോടുകൂടി ഇനി ഒരിക്കലും എഴുതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് അവിടെ നിൽക്കുകയാണെങ്കിൽ അത് ആ എഴുത്തവിടെ നിന്ന് പോവുകയായിരുന്നു എന്നുള്ളതാണ്. പ്രേമനഗരം എഴുതുന്നത് തന്നെ ഇതുപോലെ ഒരു കൊറോണ ആദ്യത്തെ അടച്ചുപൂട്ടലിന് മുറിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ എന്നോ കിടന്ന ഒരാശയം ഇങ്ങനെ വളർന്ന കഥയായി, നീണ്ട കഥയായി അത് പിന്നീട് നോവലായി മാറുകയായിരുന്നു. അങ്ങനെയാണ് നോവൽ രൂപപ്പെട്ടത്. പിന്നീട് അത് ഒരു പ്രതീക്ഷിക്കാതെ, ഒട്ടും നമ്മൾ ഇത്രയൊക്കെ ആവുമെന്നോ പോകുമെന്നോ കോപ്പികൾ ഇത്രയേറെ പോകുമെന്നൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളത് എഴുതി. എന്തൊക്കെയോ ഒരു കാലത്തിൻ്റെ കളി പോലെ. നമ്മൾ ഈ എൻ മോഹൻ പറയല്ലേ, ഒരിക്കൽ 25 വർഷം മുമ്പ് ഇറങ്ങിയ എൻ മോഹൻ്റെ, അദ്ദേഹം മരിച്ചിട്ട് 25 വർഷമായി, പക്ഷെ ഇപ്പോഴാണ് ആ കൃതി അത്രയും
മേഖലകളിലേക്ക് പോയിക്കൊണ്ട് വൈറൽ എന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാലം എന്തോ തീരുമാനിക്കുന്നു, നമ്മൾ അതിനൊപ്പം പോകുന്നു. എഴുത്തുകാർ, വായനക്കാർ, വായനയുടെ കാര്യമൊക്കെ തീരുമാനിക്കുന്ന ഈ ഒരു കാലത്തിൻ്റെ കളി എന്നൊക്കെ നമ്മളുടെ കൂടെ ജീവിതം കൂടി ചേർന്നതാണ് എന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് എൻ്റെ എഴുത്ത് ജീവിതം മുന്നോട്ട് പോകുന്നത്. കവിതകളിൽ നിന്നും ആരംഭിച്ചു, പഠനങ്ങൾ കുറേ എഴുതി, പക്ഷേ പിന്നീട് എത്തിപ്പെട്ടത് നോവൽ. ഇനി എന്തിലേക്ക് എത്തുന്നത് നമുക്കറിയില്ല, അടുത്തത് ഏതിലേക്കായിരിക്കും എന്നുള്ളത്. എന്നാലും നോവലാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്തി. പക്ഷേ അവസാനം ആളുകൾ തിരിച്ചറിഞ്ഞത് ആ നോവലിലൂടെ. ഇത്തരത്തിലാണ് എൻ്റെ എഴുത്ത് വഴികൾ പോകുന്നത്, വായനയുടെ വഴികൾ. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളതാണ്, ഞാൻ എഴുതുന്ന രീതി അത് തന്നെയാണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നത്? അതായത് ഒരു കഥയുടെ തുടക്കം അങ്ങ് തുടങ്ങി വെക്കുകയാണോ, അതോ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാതെ തുടങ്ങി വെക്കുകയാണോ, അല്ലെങ്കിൽ തുടക്കം കൊടുക്കുക, എല്ലാം ഒരു സിനോപ്സിസ് തയ്യാറാക്കിയിട്ടാണോ എന്നതുകൊണ്ട് ഞാൻ എൻ്റെത് പറയാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്നത്, എനിക്ക് ഡയറികൾ ഭയങ്കര ഇഷ്ടമാണ്. ആര് ഗിഫ്റ്റ് വന്നാലും ഞാൻ സ്വീകരിക്കും. കാരണം ഓരോ ത്രെഡുകളും ഓരോ ഡയറിയിൽ എഴുതി വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ കുത്തുകളിടും, പോയിന്റുകൾ. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചവരുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് ഇപ്പോൾ റാം ചെന്നൈയിലേക്ക് പോകുന്നു, ഒരു കുത്ത്, അതൊരു അധ്യായമാണ്. രണ്ടാമത് റാം കോളേജിൽ ജോയിൻ ചെയ്യുന്നു. മൂന്നാമത്തത് ആനന്ദിയെ കാണുന്നു. അങ്ങനെ കുറേ പോയിന്റുകൾ ഇട്ടിട്ട് ലാസ്റ്റ് വരെ ഇടും. ചിലപ്പോൾ മാറിപ്പോവും എഴുതുന്ന കൂട്ടത്തിൽ. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ 2 നോവലുകളും ഞാൻ ഇങ്ങനെ എങ്ങനെയോ എഴുതിപ്പോയി, എവിടെയോ ചെന്ന് അവസാനിച്ച പോലെ ആയിപ്പോയി. ചിലപ്പോൾ ബ്ലോക്ക് വരും, എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് 3ാമത്തെ നോവലായപ്പോൾ ഈ ഒരു പദ്ധതി ഞാൻ പരീക്ഷിച്ചത്. അപ്പോൾ നിങ്ങളുടേത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് എന്നെക്കാളും ആൻസർ ചെയ്യാൻ പറ്റുന്നത് ബിനീഷേറിനായിരിക്കും. കാരണം എഴുത്ത് രീതി എന്നൊക്കെ പറയാൻ ഞാൻ ആകെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. നീ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. അതെ, അതിലൊന്ന് മെമ്മറി കളക്ഷനാണ്. അത് ഞാൻ ഒറ്റയടിക്കിരുന്ന് എഴുതിയതല്ല. പലപ്പോഴായിട്ട് ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ആരും കൂട്ടത്തിൽ കൂട്ടില്ലായിരുന്നു. എൻ്റെ സ്വഭാവ ശുദ്ധി കൊണ്ടായിരിക്കും, എന്നെ ആരും അടുപ്പിക്കില്ലായിരുന്നു. അപ്പം ഞാൻ പൊതുവെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനെങ്കിലും എൻഗേജ്ഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായതല്ല, നമുക്ക് സീരിയസ് ആയിട്ട് എന്തോ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എന്നെങ്കിലും ആൾക്കാർ വിശ്വസിച്ചോളൂ എന്ന് കരുതിയിട്ട് ഞാൻ ഇരുന്ന് ഇങ്ങനെ കഥകൾ എഴുതും. അങ്ങനെ എഴുതിയിട്ടുള്ള കുറേ കഥകളാണ് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന പുസ്തകം. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൽ ഞാൻ ഏറ്റവും ആദ്യം എഴുതിയത് അതിൻ്റെ ക്ലൈമാക്സ് ആണ്. അപ്പം ഞാൻ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഇപ്പം അതിലെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലൊക്കെ എനിക്ക് കരയാൻ പറ്റുന്നുണ്ടെങ്കിലേ ഞാനത് എഴുതുള്ളൂ. അപ്പം എനിക്ക് കരച്ചിൽ വരുന്നില്ല എന്ന് വെച്ചാൽ ഞാനത് വെട്ടിക്കളയും. കാരണം ഞാൻ എൻ്റെ ഒരു കാര്യം എഴുതുന്ന സമയത്ത് എനിക്ക് ആ ഇമോഷൻ ഫീൽ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓഡിയൻസിന് ഫീൽ ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരൊറ്റ സ്ട്രെച്ചിൽ എഴുതിയ പുസ്തകമല്ല. ആദ്യം ഞാൻ അഖിൽ പറഞ്ഞ പോലെ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് എഴുതി വെക്കും. എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഈ ജോലി പോയ സമയത്ത് ഒരു 2 മാസം ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ 10ാം ക്ലാസ് +2 എക്സാമിന് പോലും ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തില്ല. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ ചേട്ടൻ ആ സമയത്തായിരുന്നു ഈ ചിക്കനൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ മൂടിയിട്ടൊരു സാധനം ഉണ്ടാക്കില്ലേ, എന്തോ ഒരു ഐറ്റം വന്നൊരു സമയം ഉണ്ടായിരുന്നു, കൊറോണ സമയത്ത് അങ്ങോട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാ വീട്ടിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ട്, നീ വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് എഴുതാനുണ്ട്. അപ്പം അന്ന് ഇതെന്താ എഴുതുന്നതെന്നും എനിക്കറിയില്ല. അപ്പം എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ എഴുത്തെന്ന് പറയുന്നത് ഞാൻ എഴുതുന്ന സമയത്തും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അപ്പോൾ ഓരോരുത്തരുടെ രീതി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം എനിക്കങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കിപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ മാത്രമേ എനിക്ക് എഴുതാൻ അറിയൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരുപാട് പ്രായമുള്ള ഒരു അധ്യാപകൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു നോൺ ലീനിയർ ആയിട്ടാണ് നിമ്നെ കഥ പറയുന്നത്, അതിലങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കാലഘട്ടമൊന്നും അടയാളപ്പെടുത്തുന്നില്ല, ഒറ്റ സ്ട്രെച്ചിൽ കഥ പറഞ്ഞു പോകുന്നു, പൊതുവേ മലയാളത്തിൽ അങ്ങനെ കണ്ടുവരാത്തൊരു എഴുത്ത് രീതിയാണ്, എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ എഴുതാൻ അറിയുള്ളൂ, അങ്ങനെ അല്ലാതെ എഴുതി പരിശീലിച്ച് മാത്രമുള്ളൊരു അറിവ് നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യം എഴുതുക എന്നുള്ളത് ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ഭയങ്കരമായിട്ട് റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എഴുത്തിൽ. അപ്പം ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഒരു പയ്യൻ അയച്ച ഒരു സ്റ്റാറ്റസാണ്,
കൂലിപ്പണിക്ക് പോയിട്ട് ഞാൻ വാങ്ങിയത് കള്ളും കഞ്ചാവും ആയിരുന്നില്ല, പുസ്തകങ്ങളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായതാണ് വലിയൊരു ഇതിലോട്ടാണ് കാലെടുത്ത് വെച്ചേക്കണതെന്ന്. കാരണം ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ ഒരു 700, 500 ആ ഒരു റേഞ്ചിലാണ് പൈസ കിട്ടുക. എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ വില 350 രൂപയാണ്. അപ്പോൾ ഒരു ദിവസത്തെ അയാളുടെ അധ്വാനത്തിൻ്റെ പകുതി കൊടുത്ത് അയാൾ ഒരു പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ ആസ് എ റൈറ്റർ നമ്മൾ അത്രയ്ക്ക് റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു ബോധം ഇപ്പം വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയൊരു പുസ്തകം വരുന്ന സമയത്ത് എഴുത്ത് രീതികൾ ഒരുപാട് മാറ്റം വരും എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഏത് മനുഷ്യൻ പുസ്തകം എഴുതുമ്പോഴും ചെറിയൊരു നിരീക്ഷണങ്ങൾ എന്തായാലും അതിൽ വേണ്ടി വരും. ഇപ്പോൾ പ്രേമനഗരം എഴുതുന്ന സമയത്ത് എനിക്കതൊരു കാരണം പ്രേമമാണ് എഴുതാൻ പോകുന്നത്. എത്രയോ 500 കൊല്ലം മുമ്പേ മനുഷ്യർ പറയുകയും എഴുതുകയും ചെയ്തൊരു സാധനമാണ്. ഇപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കാളിദാസൻ്റെ മേഘസന്ദേശം അടങ്ങുന്ന, ഋതുസംഹാരം അടങ്ങുന്ന എങ്ങും ഈ പുതിയ കാലത്തിൻ്റെ പ്രണയം വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. വായിക്കാനുള്ള ശ്രമം നടത്തുകയും വായിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ, കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു വരുമ്പോൾ അത് ആളുകൾക്ക് ബോറടിക്കും. അപ്പോൾ പുതുതായിട്ട് എന്ത് ചെയ്യാം എന്നൊക്കെ. പക്ഷേ നമ്മൾ ആലോചിക്കുന്നതും നമ്മൾ എഴുതുന്നതും ആയിരിക്കണമെന്നില്ല വായനക്കാരുടെ കയ്യിലെത്തും വായനക്കാർ. ഇപ്പോൾ പ്രേമനഗരത്തിൽ ഞാൻ ഋതുക്കളുടെ വർണ്ണന ഇങ്ങനെ ആലോചിച്ചു കുറേ എഴുതുന്ന സമയത്തുള്ള ഒരു അനുഭവം പറഞ്ഞതാണ്. കാരണം ഈ ഓരോ ഋതുവും എങ്ങനെയാണ് ഇവരുടെ മനസ്സിലേക്ക് ചേക്കേറുന്നതെന്നും ഇവരുടെ മനസ്സിനെ മാറ്റുന്നതെന്നൊക്കെയുള്ള ആലോചനയില്ല. അതിൻ്റെയൊക്കെ വിവരണം പ്രേമനഗരത്തിലെ ഋതുക്കളുടെ എല്ലാ വിവരണവും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം പ്രണയിച്ച ഒരുപാട് മനുഷ്യരായിട്ട് നമുക്ക് സംവദിക്കേണ്ടി വന്നു, സംസാരിക്കേണ്ടി വന്നു, അവരുടെ അനുഭവങ്ങൾ എടുക്കേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ അച്ചടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആരും ഋതുക്കളും കണ്ടിട്ടില്ല, ആ മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളും പ്രശ്നങ്ങളും ഒന്നും ആരും കണ്ടിട്ടില്ല. വായന മറ്റൊരു തരത്തിലാണ് നടന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മൾ ഒരുപക്ഷെ അതിനു വേണ്ടി എടുക്കുന്ന ശ്രമം പോലെ ആയിരിക്കണമെന്നില്ല. മറ്റൊന്ന്, പ്രേമനഗരം ആയിരുന്നില്ല എൻ്റെ ആദ്യത്തെ നോവൽ. അത് ഒരു 12 വർഷം മുമ്പ് നമ്മളൊരു ഗവേഷണമൊക്കെ കാലത്തൊക്കെ ഒ വി വിജയനെ, ആനന്ദിനെയൊക്കെ വായിച്ചിട്ടുള്ളൊരു ആവേശത്തിൽ അത്തരത്തിലുള്ളൊരു നോവൽ എഴുതണം, ദുരാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കഠിനമായ ഭാഷയും ഇതൊക്കെ കുത്തി നിറച്ച് ദുർഗ്രാഹ്യമായി എളുപ്പമൊന്നും ആളുകൾക്ക് മനസ്സിലാവരുത് എന്നൊക്കെ രീതിയിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കി കോട്ടയത്തുള്ളൊരു പാപ്പറസ് പബ്ലിക്കേഷൻ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. ഹരി എന്നാണ് ആ പബ്ലിഷറുടെ പേര്. അപ്പോൾ അത് അച്ചടിച്ച് അത് പ്രൂഫ് നോക്കാൻ എനിക്ക് തന്നപ്പോൾ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മാനസിക തലം മാറി. ഞാനത് വായിച്ച് നോക്കുമ്പോൾ ഞാൻ കരുതി എന്തിനാണ് വായനക്കാർക്ക് ഇങ്ങനൊരു സാധനം കൊടുക്കേണ്ട ആവശ്യം? കാരണം എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവണം. ഏതൊരു കുട്ടി അത് നോക്കിയാലും മനസ്സിലാവുന്ന ഭാഷയായിരിക്കണം. എന്നാൽ അങ്ങനെ വെറും അക്ഷരങ്ങളും ആവരുത് എന്നൊരു ചിന്ത. ഹരിയെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഹരി അത് പബ്ലിഷ്, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇപ്പം അത് വേണ്ട. അപ്പോൾ ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് എന്നിലെ ഒരു എഴുത്തുകാരെന്ന് പറയുന്നത് അങ്ങനെ ഒരു നോവൽ എഴുതാനുള്ള ആളല്ല. അപ്പം ആളുകൾക്ക് മനസ്സിലാവുന്ന, എളുപ്പം ഗ്രഹിക്കാവുന്ന, തമ്മിൽ സംവദിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. പിന്നെയുള്ള ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ അതിൽ വിവരിച്ച ഒരു ബസ്സിൽ പോകുന്ന യാത്രയുണ്ട്, നീലുവിൻ്റെയും മാധവൻ്റെയും. ഇപ്പോൾ 2 ചെവിയും അടഞ്ഞു പോവുകയും അപ്പോൾ അത് തുറക്കപ്പെടുകയും ചെയ്യുന്നൊരു രംഗമുണ്ട്. ഇത് പണ്ട് PG കാലത്ത് ഞങ്ങൾ ടൂറ് പോയപ്പോൾ ഈ കൊടൈക്കനാലിൽ പോയ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ 2 ചെവിയും അടഞ്ഞു പോവുകയും അപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞതാണ്, നീ മൂക്ക് 2 അമർത്തി പിടിച്ച ശേഷം ചെവിയിലൂടെ ശ്വാസം വിട്, അപ്പം തുറന്നു പോകും. അപ്പോൾ അന്ന് ശരിയാണ്, അങ്ങനെ ചെയ്തപ്പോൾ തുറന്നു. പക്ഷേ അത് എനിക്ക് ഓർമ്മ വരുന്നത് അതിനുശേഷം 15-16 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്ന് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്ന സമയത്താണ് അന്നത്തെ ഓർമ്മ. അതാണ് നീലുവും. 12 വർഷം മുമ്പുള്ള എൻ്റെ ടൂർ ഓർമ്മയാണ് നീലുവും മാധവിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നോവലിലെ എഴുത്ത് അല്ലെ വായനയുടെ തലമെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഏതോ ഒരു കാലം മുമ്പുള്ളൊരു ഓർമ്മയുടെ ഒരു അംശമായിരിക്കും ഈ സമയത്ത് നമുക്ക് എഴുതാനുള്ളത് കാര്യങ്ങൾ. പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം എഡിറ്റ് ചെയ്യാറുണ്ട് എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ അതിലൊരു ഭാഗം, അവസാനിക്കുന്ന ഭാഗം ഞാനൊരു പാരഗ്രാഫായിട്ടാണ് എഴുതിയത്. ഞാൻ നിന്നെ പിരിഞ്ഞു പോവില്ല ഒരിക്കലും, നിന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ DC കൊടുത്തു, DC അത് തന്നു. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഒന്ന് മാറ്റണം തോന്നി. കുറേ ആ പാരഗ്രാഫ് വെട്ടിയിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ അവസാനം കുറേ ആലോചിച്ച ശേഷമാണ് അത്രയും പാരഗ്രാഫ് വേണ്ട, ഉപേക്ഷിക്കുക എന്നാൽ കരുതലോടെ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം, അത് മതി എന്ന് തോന്നി. വലിയൊരു പാരഗ്രാഫാണ് അപ്പോൾ DC എഡിറ്ററോട് ഞാൻ പറഞ്ഞു അത് മതി, അതാണ് നല്ലത്. അപ്പോൾ ഒരു പാരഗ്രാഫ് ഒരു വരിയായി കുറഞ്ഞു. അങ്ങനെയുള്ളൊരു ശ്രമങ്ങൾ നമ്മൾ അതിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഹായ് അഖിൽ ചേട്ടാ, എൻ്റെ പേര് വരദ എന്നാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അഖിൽ ചേട്ടന് എനിക്ക് സെയിം ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്കും നുണക്കുഴിയുണ്ട്, അഖിൽ ചേട്ടനും നുണക്കുഴിയുണ്ട്.
അത് കോഴി കുത്തിയതാണെന്ന് എനിക്കറിയാം. ഞാൻ റാം കെയർ ഓഫ് ആനന്ദി ഓജോ ബോർഡും വായിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അഖിൽ ചേട്ടൻ്റെ ഒരു ഫാൻ കൂടിയാണ്. ഞാൻ അഖിൽ ചേട്ടനെ അന്വേഷിച്ച് കോഴിക്കോട് മനോരമ ഹോർത്തൂസ് വരെ വന്നു, എന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്ന് കണ്ടതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി മെർക്കുറി ഐലറ്റിലും കൂടെ വായിക്കണം. പിന്നെ നിന്ന ചേച്ചിയുടെ പുസ്തകം എൻ്റെ ലൈബ്രറി ഉണ്ട്, എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട്. ഞാൻ ഉറപ്പായിട്ടും അത് വായിക്കും. പിന്നെ വിനീഷേട്ടൻ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു, ഇന്ന് രാവിലെ നമ്മൾ കണ്ടു. നമ്മുടെ ചെവി അടഞ്ഞു പോകുമ്പോൾ ഞാനും അതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ 3 പേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി നല്ല നല്ല പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാവോ? ഞാൻ എൻ്റെ മെർക്കുറി ഐലൻഡ് സജസ്റ്റ് ചെയ്യും. അല്ല, സത്യം, ഞാൻ 17 വയസ്സുള്ളപ്പോൾ എഴുതി തുടങ്ങിയത്. അതിൻ്റെ അകത്ത് ഒരു കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഫാൻറ്റസി ഫുള്ളുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ പറന്നു പോകുന്നുണ്ട്, കടലിൻ്റെ അടി കൂടെ പോകുന്നുണ്ട്. ഒരു ഹാരി പോട്ടർ വായിക്കുന്ന അതേ ഒരു ലാഘവത്തോടുകൂടി നമുക്കത് വായിക്കാം. അപ്പോൾ എൻ്റെ ബുക്കല്ലാതെ ആരുടെ ബുക്ക് സജസ്റ്റ് ചെയ്യാനാണ് മോളെ? പിന്നെ മോളെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ വർഷം എത്ര ബുക്കുകൾ വായിച്ചു തീർത്തു? കഴിഞ്ഞ വർഷം 300 പുസ്തകങ്ങൾ വായിച്ചു. ഇപ്പം ഞാൻ 500ഓളം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം എഴുതി. ഇപ്പം ഞാനൊരു എഴുത്തുകാരി കൂടിയാണ്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങൾ എന്ന ആദ്യത്തെ പുസ്തകം മൈൻഡ് പബ്ലിക്കാണ് പ്രസിദ്ധീകരിച്ചത്. മുഖ്യമന്ത്രിയാണത് പ്രകാശനം ചെയ്തത്. എല്ലാവിധ ആശംസകളും. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ബുക്കുകൾ വായിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം എത്ര ബുക്ക് വായിച്ചു? അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പേരൻസിനെ സത്യമായിട്ടും ഹാറ്റ്സ് ഓഫ്. എന്താന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ഇങ്ങനെ വളർത്തിയെടുത്ത് അതിനുശേഷം ഇപ്പോൾ കുട്ടി സ്വന്തമായിട്ട് തന്നെ തീരുമാനം എടുക്കാവുന്ന കാര്യം. എനിക്ക് തോന്നുന്നത് എന്നെക്കാട്ടിലും നന്നായിട്ടൊക്കെ സംസാരിക്കുമെന്ന് തോന്നുന്നു. അത്രയും ഇപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. എത്ര വയസ്സുണ്ട് മോൾക്ക്? 10 വയസ്സ്. 10 വയസ്സിൽ ബുക്ക് പബ്ലിഷ് ചെയ്തു. ഒരു വലിയ കാര്യമല്ലേ? ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കൂ. എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഈ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന 3 മനുഷ്യരെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ കാലത്തെ സമൂഹത്തെ ജെൻസി എന്നൊക്കെ വിളിക്കുന്നു. നിങ്ങളുടെ നോവലുകളെ ജെൻസി നോവൽ എന്ന് വിളിക്കുന്നു. വല്ലാത്ത സ്വീകാര്യത അതിലെല്ലാം കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് പിന്നിൽ എങ്ങനെയാണ് ഒരു പുതിയ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ചില വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നതിൻ്റെ പിന്നിലൊരു രസതന്ത്രത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുതിയ തലമുറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് ചിലപ്പോൾ 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. മോശമാണെന്നും അല്ലാന്നും പറയാം. ഷോർട്ട് ടൈം അറ്റൻഷനാണ് ഇപ്പോഴത്തെ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കുറഞ്ഞ സമയ ശ്രദ്ധ, കുറച്ച് സമയം മാത്രം ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള മനസ്സേ അവർക്കുള്ളൂ. അത് അപ്പോൾ പോലും വലിയ ആഗോള അവബോധമുണ്ട്, ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉണ്ട്, നിലവിലുള്ള പരമ്പരാഗതമായ വ്യവസ്ഥകളോടുള്ള പുച്ഛമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതകളുടെ സമൂഹമാണ്. അപ്പോൾ നിംന വിജയൻ്റെ പുസ്തകമൊക്കെ നിലവിലുള്ള കുടുംബ വ്യവസ്ഥയെ വല്ലാതെ വെല്ലുവിളിക്കുന്നതാണ്, ചോദ്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ജെൻഡർ സമൂഹത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ചില പ്രണയ സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു ടേസ്റ്റ് പുതിയ കാലത്ത് നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തെ മാർക്കറ്റ് ചെയ്തതിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ യുവതലമുറയെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ പ്രത്യേകം പാചകം ചെയ്യുന്നതാണോ അതോ ഈ പറഞ്ഞ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, അതിൽ എൻ്റെ മറുപടി, ഞാനിപ്പോൾ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, എൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. എനിക്കൊരിക്കലും പഴയ കാലത്ത് പോയി എക്സ്പീരിയൻസ് എഴുതാൻ പറ്റില്ല. എനിക്കിപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ കഥയിൽ വന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് വിറ്റ് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി എഴുതാം. എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മതത്തെ ബോധപൂർവം കളിയാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചെയ്തോ എനിക്ക് വിപ്ലവം ഒരു വിവാദം ഉണ്ടാക്കി എനിക്ക് പുസ്തകം വിൽക്കാം. പക്ഷെ അങ്ങനെ ഒരു വിൽപ്പന ഞങ്ങൾ 3 പേരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ 3 പേരും ജീവിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോൾ ഉള്ള കുട്ടികൾ അത് ഇഷ്ടപ്പെടുന്നു, അത് വായിക്കുന്നു. ഒരിക്കലും നമുക്കൊരിക്കലും ഇന്നത് എഴുതണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ബുക്കിനെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് എവിടെ സാഹിത്യം എന്ന് പറഞ്ഞിട്ടാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കറിയില്ല. അതായത് നമുക്കൊരാളോടൊരു ഭംഗിയിലൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു കഥയാണ് അല്ലെങ്കിൽ കവിതയാണ്. അതിനിപ്പോൾ നമ്മളൊരാളെ കൺഫ്യൂസ് ചെയ്യണമെന്നതിൻ്റെ ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ ജെൻസി എന്ന് പറഞ്ഞ ഒരു തലമുറ, പലർക്കും മലയാളത്തിൻ്റെ ചിലർക്കറിയാൻ പറ്റും, പക്ഷേ മലയാള ഭാഷ പൂർണ്ണമായിട്ട് സാഹിത്യം ചില വാക്കുകൾ അറിയത്തില്ല. ശബ്ദധാരാവരിയൊന്നും എടുത്തു വെച്ചിട്ട് ആരും ബുക്ക് വായിക്കാനും പോകുന്നില്ല.
അപ്പം നമ്മൾ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാകുമ്പോൾ ആ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. അതായിരിക്കണം ഞങ്ങളുടെ എൻ്റെ പുസ്തകങ്ങൾ, നിമ്നയുടെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ബിനീഷേട്ടൻ്റെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ശ്രീപാർവതി, ലാജോ ജോസ്, അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സും ഉണ്ട്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ അക്സെപ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ആരും ഒന്നും പ്ലാൻ ചെയ്ത് എഴുതിയതല്ല, ഞാൻ പ്ലാൻ ചെയ്ത് എഴുതിയതല്ല. ഓക്കെ, താങ്ക് യു. വിൽപ്പന മുൻനിർത്തിയാണോ പുസ്തകം എഴുതിയതിന് എന്ന് പറയാൻ എൻ്റെ കയ്യിലൊരു നല്ല സ്റ്റോറി ഉണ്ട്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇറക്കുന്നത് മാൻകൈൻഡ് എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷനാണ്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നനയുവാൻ ഞാൻ കടലാകുന്നു എന്നുള്ള പുസ്തകം അയക്കാൻ വേണ്ടി കൊണ്ടു ചെന്ന സമയത്ത് അവിടെ നോർമലി ബുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വന്നൊരു ആളാണ് സായൂജ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ സായൂജ് ചേട്ടനെ കണ്ട് ആദ്യം എന്നോട് ചോദിച്ചു, ഈ ബുക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു, നനയുവാൻ. അപ്പം ഞാനൊരു സംശയത്തോടെ നോക്കി. കാരണം നാട്ടിലുള്ള എല്ലാവരും റിജക്റ്റ് ചെയ്തൊരു പുസ്തകം ആക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തോ ഒരു നിഗൂഢ ലക്ഷ്യമുള്ള പോലെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ സ്വന്തം വിറ്റോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുതിയ സമയത്ത് ഇത് ആരും എടുക്കുന്നില്ലല്ലോ. അപ്പം എനിക്ക് ആളെ ഓർമ്മ വന്നു. കാരണം അന്ന് നമ്മളൊരു വർഷം കഴിഞ്ഞു കേട്ടോ, പുച്ഛിച്ച് വിട്ടാണെങ്കിലും ആകെ ഒരു ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനുഷ്യനല്ലേ എന്ന് കരുതി ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, നിങ്ങൾ പബ്ലിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഓൾറെഡി ബുക്ക് എഴുതി കണ്ടന്റും സെറ്റായി 10 പേരെടുത്ത് റിജക്ഷനും കിട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, ആ കുഴപ്പമില്ലല്ലോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ബുക്ക് എഴുതി പകുതി ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് തന്നെ ഇതിൻ്റെ ഫുൾ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസാണ്, എനിക്ക് ആളുകളെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനങ്ങനെ സായുജറിനെ വിശ്വസിച്ചെൻ്റെ ബുക്ക് കൊടുക്കുന്നു, ആളിത് പബ്ലിഷ് ചെയ്യാമെന്ന് വാക്ക് തന്നിട്ട് പോവാണ്. ആ സമയത്ത് ഈ അടുത്ത് ആളുടെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതൊരു ബുക്കും പ്രസ് കയറ്റണമെങ്കിൽ മിനിമം ഒരു എമൗണ്ട് വേണം. അതിന് വേണ്ടിയിട്ട് ആളുടെ വൈഫുണ്ട്, നീതു ചേച്ചി എന്നാണ് പേര്, ചേച്ചിയുടെ 2 സ്വർണ്ണവള കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് മാൻകൈൻഡ് എന്നൊരു പബ്ലിക്കേഷൻ തുടങ്ങുന്നത്, എൻ്റെ ബുക്ക് ഇറക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ബർത്ത്ഡേക്ക് സായുചേട്ടൻ പോയിട്ടൊരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അന്ന് 2 സ്വർണ്ണവള കൊടുക്കാൻ കാണിച്ച ധൈര്യമാണ് ഇന്ന് ഡയമണ്ട് നെക്ലേസ് ആയിട്ട് കഴുത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും വിൽപ്പന മുൻനിർത്തിയിട്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ 350 കോപ്പി ആദ്യം അടിച്ച സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ചേച്ചിയുടെ സ്വർണ്ണവള എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ചേച്ചിയുടെ സ്വർണ്ണവള എങ്ങനെയെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ ഈ പുസ്തകം എങ്ങനെയെങ്കിലും വിറ്റ് പോകണം എന്നുള്ളതായി മൈൻഡ് സെറ്റ്. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ചേച്ചിയുടെ ബുക്കിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ് എന്താണെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടമായിട്ടെങ്കിലും ആളുകൾ വാങ്ങിക്കുമല്ലോ എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ബുക്കൊക്കെ ഇൻസ്റ്റയിൽ റീൽസായിട്ട് വരുന്നതിന് മുൻപേ തന്നെ ഞാൻ എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള നനയുവാനാണ് ഞാൻ ആദ്യമായിട്ട് റീലാക്കി ഇടുന്നത്. അതിടുന്ന സമയത്ത് അതിലൊരു റിലേറ്റബിലിറ്റി കണ്ടതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കും, എൻക്വയറി വരികയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു 5-6 റീലിന് 2 മില്യൺ 1 മില്യൺ ഒക്കെ റീച്ച് പോയി. പെട്ടെന്ന് നമുക്ക് ബുക്കിനൊരു ഹൈപ്പ് ഉണ്ടായപ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിലേക്കും ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആൾക്കാർ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കണ്ടന്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെയൊക്കെ ലൈഫ് 2 ആക്കി തിരിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഞാൻ എന്നെ സ്നേഹിച്ചെന്ന് തുടങ്ങുന്നതിന് മുൻപും പിന്നുമ്പെന്നും. ഇപ്പോൾ ഒരു 10 വർഷം മുൻപുള്ള നിമ്നയുടെ അടുത്ത് ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ ഇരുന്ന് ഇത്രയും ആളുകളുടെ മുന്നിൽ നീ സംസാരിക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഈ ലോകത്ത് ഏറ്റവും കുറവ് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. അപ്പം ഞാൻ എന്നിൽ എന്ന് മുതൽ വിശ്വസിച്ചു തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ആളുകളും സ്വയം സ്നേഹിക്കാനും വിശ്വസിക്കാനും പഠിക്കണം എന്നാണ്. അപ്പോൾ ഇൻസ്റ്റയിലൂടെയാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. അപ്പോൾ അതേ ഇൻസ്റ്റയിൽ തന്നെ എൻ്റെ പുസ്തകങ്ങൾ മാർക്കറ്റ് ചെയ്യുകയും വിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ എഴുതുന്നതിനെ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറയുന്നുണ്ട്. തകഴിയും SK പൊറ്റക്കാടും ഉണ്ടായ സമയത്ത് തന്നെയാണ് മുട്ടത്ത് വർക്കി ഉണ്ടായിട്ടുള്ളത്. ചെങ്ങമ്പുഴേനെ വിളിച്ചിരുന്നത് വേലക്കാരുടെ സാഹിത്യകാരെന്നായിരുന്നു. അപ്പം എല്ലാ കാലത്തും 2 രീതിയിലുള്ള എഴുത്തുണ്ടാവുന്നുണ്ട്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകളുണ്ട്, സാഹിത്യപരമായിട്ട് ഉള്ള അങ്ങനെ വിളിക്കുന്ന സൃഷ്ടികളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയ റിവ്യൂസിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ളൊരു റിവ്യൂ ഒരു അമ്മമ്മ അയച്ച റിവ്യൂ ആണ്. സാധാരണക്കാരൻ്റെ മലയാളത്തിലാണ് നിമ്ന പുസ്തകങ്ങൾ എഴുതുന്നതെന്ന്. അപ്പം അതൊരിക്കലും ഇൻറ്റൻഷനുള്ളൊരു കാര്യമല്ല, എനിക്ക് അങ്ങനെ എഴുതാൻ കഴിയൂ. ഞാൻ സാധാരണക്കാരായിട്ട് വളർന്നിട്ടുള്ളൊരു കുട്ടിയാണ്, ഇപ്പോഴും സാധാരണക്കാരിയെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഉൾപ്പെടെയിരുന്ന സൊസൈറ്റിയുടെ കഥ പറയണമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. അതിലെനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളതേ,
ഇപ്പം നേരത്തെ നമ്മൾ എൻ മോഹനൻ്റെ കഥ പറഞ്ഞു. 25 വർഷം മുമ്പ് മരിച്ചുപോയ അദ്ദേഹം ഏത് മാർക്കറ്റിംഗ് ഉപയോഗിച്ചാണ് ഇന്ന് പുസ്തകം വിൽപ്പന നടത്തുന്നത്? ബഷീർ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമ്മളെക്കാളൊക്കെ എത്രയോ വർഷങ്ങളായി വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബഷീർ കൃതികൾ. ബഷീർ ഏത് മാർക്കറ്റിംഗ് തന്ത്രമാണ് ഉപയോഗിക്കുക? എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വലിയ പുസ്തകങ്ങൾ, ഇപ്പോൾ ഈ സന്തോഷ് കുമാറിൻ്റെ നോവലായാലും രാജശ്രീ ടീച്ചറിൻ്റെ നോവലായാലും പിന്നെ ഷാജികുമാറിൻ്റെ നോവലായാലും ഹരീഷിൻ്റെ നോവലായാലും ഒക്കെ ആളുകൾ കൊണ്ടാടുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് നമുക്ക് ഇത്രയും വായന മരിച്ചു എന്ന് പറഞ്ഞൊരു കാലത്താണ് നമ്മൾ ഏറ്റവും ഇപ്പോഴും എല്ലാ തരത്തിലുള്ള വായനകൾ, ഇപ്പം അഖിലിൻ്റെയൊക്കെ 3.5 ലക്ഷം കോപ്പികൾ അല്ലെ 1.5 ലക്ഷം കോപ്പികളൊക്കെ ഒരു കാലത്ത് നമ്മുടെ സ്വപ്നമായിരുന്നു. പക്ഷെ അത് ഇന്ന് യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതാണ്. എല്ലാ മേഖലയിലുള്ള ആളുകളും എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുന്നു, എല്ലാവരും എഴുത്തുകാരാവുന്നു. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റിംഗ് തന്ത്രം എനിക്ക് തോന്നുന്നു അത് പ്രസാധകരെ സംബന്ധിച്ച് അവർക്ക് മാർക്കറ്റിംഗ് തന്ത്രം അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ മാർക്കറ്റിംഗ് തന്ത്രം ഇപ്പോൾ PR വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നു അഖിലും നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത്. നിങ്ങൾ PR വർക്ക് ചെയ്തിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ എഴുത്തുകാർക്കും അങ്ങ് PR വർക്ക് ചെയ്തിട്ട് പുസ്തകം വിറ്റാൽ പോരെ. എന്തുകൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളും അങ്ങനെ പോവാത്തത്? അപ്പോൾ അങ്ങനെ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് പുസ്തകങ്ങൾ അങ്ങനെ വായനയുടെ ഒരു ലോകമാണ് ഇത് എന്നാണ് ഞാൻ മിക്ക വേദിയിലും ഞാൻ പറയാറുണ്ട്. സാധാരണ പ്രണയദിനം ക്യാമ്പസുകൾ, ഇപ്പോൾ ഒരു അധ്യാപകനായതുകൊണ്ട് എനിക്കറിയാം, ക്യാമ്പസുകൾ പ്രണയദിനം ഒരു കാലത്ത് അന്ന് ചോക്ലേറ്റുകൾ ബേക്കറിക്കാർക്കും പൂക്കടക്കാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പ്രേമദിനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയത് പുസ്തകങ്ങളാണ്. അപ്പം ഈ പൂക്കൾക്കും ചോക്ലേറ്റുകൾക്കും പകരം പുസ്തകങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലോകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനശ്വർ ദേവ്. ഞാൻ ഗവൺമെൻറ് VHSS വീർനാവ് സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അഖിൽ P. ധർമ്മജൻ സാറിൻ്റെ മെർക്യൂറി ഐലൻഡ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു പുസ്തകമാണ്. സാറ് പറഞ്ഞ പോലെ ഇവിടെ വന്ന എല്ലാ കുട്ടികളും വായിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ സാറ് പറഞ്ഞ പോലെ അവർ തീകോളങ്ങൾക്കിടയ്ക്ക് ഒരു ട്യൂബിനൊക്കെ പോണ പോലെ അത് നല്ല രസമാണ് ഈ പുസ്തകം. അതായത് അഡ്വഞ്ചറാണ് അതിൽ കൂടുതലും ഉള്ളത്. പ്രൊഫസർ നിക്കോൾ സർ മെർക്യൂറി ഐലൻഡിൽ പോകുന്നത് മർമ്മദ്വീപാണ്. അവിടുത്തെ മാതൃകാ ഭൂമിയിൽ ആയുസ് നീട്ടി കൊടുക്കുന്നതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ ആ പുസ്തകത്തിൻ്റെ അത്രയ്ക്ക് രസമായിട്ട് 3.5 മണിക്കൂറിന് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്തു. നല്ല രസമായിരുന്നു അത്. ഞാൻ കഴിഞ്ഞ വർഷം 356 ബുക്ക് വായിച്ച്. പിന്നെ സാറ് ഞാൻ അതിൻ്റെ റിവ്യൂ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിരുന്നു. പക്ഷെ സാറ് കണ്ടില്ല അത്. ആദ്യം തന്നെ മോൻ്റെ പേരെന്താ? അനശ്വർ ദേവ്. അനശ്വർ ദേവ്, നല്ല പേര്. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ല. കുഴപ്പമില്ലെന്നാ? ഓക്കെ. പിന്നെ മെർക്കുറി ഐലൻഡ് ഭംഗിയായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഇത് PR വർക്കാന്ന് ദയവ് ചെയ്ത് ആരും പറയരുത്. ഞാനും പയ്യനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ എന്തായാലും ഭയങ്കര സന്തോഷം. ഒരു കുട്ടി വായിച്ചിട്ട് എക്സ്പീരിയൻസ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ലൈവായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. ഹായ്, എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് അഖിൽ സാറിനോടാണ്. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചപ്പോൾ ആനന്ദിയെ റാമിനെ ഒക്കെ മറന്നുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്ത് വെച്ചത് മല്യയാണ്. അപ്പോൾ എനിക്കറിയാൻ ആഗ്രഹമുള്ളത് മല്യയുടെ എഴുത്തിൻ്റെ വഴികളിൽ നേരിട്ട അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രങ്ങളെ എഴുതിയതിൽ നിന്ന് അതെങ്ങനെ വ്യത്യസ്തമാകുന്നു, അതിൻ്റെ ഒരു സന്തോഷം, ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കൂ. തീർച്ചയായിട്ടും. മല്ലി എന്ന് പറയുന്നത് ഞാൻ സത്യത്തിൽ എഴുതി തുടങ്ങിയപ്പോൾ, ചെന്നൈയിലുള്ള സമയത്ത് എഴുതി തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു കഥാപാത്രം ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നായികയെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാളും മേലെ ഒരു പ്രാധാന്യം വേണമെന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം എനിക്കവിടെ ഒരുപാട് മല്യമാരുമായിട്ട് കൂട്ടുണ്ടായിരുന്നു. ഞാനവിടെ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല.
അവിടെ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി കിട്ടത്തില്ല, താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാകത്തില്ല. അങ്ങനെ അവർ പാലത്തിൻ്റെ താഴെ സാരി മുറികളിലൊക്കെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്യുമവരെ, പോലീസുകാർ ഉപദ്രവിക്കും. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹം. നമ്മൾ ഒരാളുടെ മുന്നിൽ പോയിട്ട് ഭിക്ഷ യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. കാരണം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്കൊരു എല്ലാം ഉണ്ട്, കുഴപ്പമില്ല, അസുഖങ്ങളൊന്നുമില്ല, നമുക്ക് വൃത്തിയുണ്ട്. പക്ഷേ നമുക്കൊരിടത്ത് തൊഴിൽ കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കടയിൽ പോലും ക്ലീനിങ് ജോലി പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും കൊടുക്കുന്നത്, അവിടെയും പീഡനങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്ത കുറേ മനുഷ്യർ, ഒരു ജോലിക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത, മഴ പെയ്തു കഴിഞ്ഞാൽ നനയുന്ന, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. അങ്ങനെയാണ് മല്ലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയതും അത് എഴുതുന്നതും. ഏട്ടാ ഒരുപാടുണ്ട്, പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. മല്ലി എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ എഴുതേണ്ടി വരും. എന്തായാലും മല്ലിയെപ്പറ്റി ഈ വേദിയിൽ ചോദിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് 3 പേരോടും കൂടെ ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് ബിനീഷ് ചേട്ടനോട്, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയ കഥയിലും നോവലിലും എല്ലാം അതിന് ആസ്പദമായിട്ട് പല വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബിനീഷേട്ട് എഴുതിയ ആ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു മനോഹാരിത പലർക്കും മനസ്സിലാക്കാൻ പറ്റാതെ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് അതിനെ ബാധിക്കുന്നുണ്ട്. സമൂഹത്തിൽ പലർക്കും അത് ആ രീതിക്ക് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതുപോലെ ബാക്കി 2 പേരായാലും ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ PR വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊരു ഹൈപ്പ് കൊടുത്തിട്ടാണ്, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറയുന്ന ഇത്തരം വിമർശനങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് മാനസികമായിട്ട് അതിനെ നേരിട്ട് മുന്നോട്ട് പോകുന്നത്? കാരണം അത് മുന്നോട്ട് പോകുന്ന എഴുത്തിനെ ബാധിക്കാൻ സാധ്യത. ഇപ്പോൾ നമുക്കൊരു ചെറിയ വിഷയം വന്നാൽ പോലും മാനസികമായിട്ടൊക്കെ ഒരുപക്ഷെ തളരുന്ന വ്യക്തികളാണ് നമ്മൾ പലരും. അപ്പോൾ ഇത്രയും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായി നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം വലിയ പരാമർശങ്ങളെ, സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവായിട്ടുള്ള സമയമാണ്, അപ്പോൾ അതിനെങ്ങനെയാണ് നേരിട്ട് മുന്നോട്ട് പോകും? എനിക്ക് തോന്നുന്നത് വിമർശനങ്ങൾ എപ്പോഴും എഴുത്തുകാരെ പുതുക്കാനുള്ളൊരു സാധനമാണ്. എത്ര നല്ല വിമർശനങ്ങൾ വരുന്നോ അത്രയേറെ എഴുത്തുകാർ പുതുക്കപ്പെടും. പക്ഷേ വിമർശനവും വ്യക്തിഹത്യയും രണ്ടും രണ്ടാണ്. ഞങ്ങൾ 3 പേരും നേരിട്ടത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങളാണെന്ന് തോന്നുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് നിമ്നയാണ് അതിൽ അഖിലിനേക്കാൾ കൂടുതൽ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടതാണ്. ഇപ്പം ഞാനും ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറെ. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ചിലർക്ക് എന്താണ് വിമർശനമെന്നും എന്താണ് വ്യക്തിഹത്യ, ഇവനെ എഴുതാനേ ഇവളെ എഴുതാനേ പാടില്ല എന്ന തരത്തിലുള്ള അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് എന്നാലും നമ്മളത് ക്ഷമിച്ചിരിക്കുക എന്നേ ഉള്ളൂ. അത് കാലം കഴിയുമ്പോൾ അതങ്ങ് മായും. പിന്നെ എൻ്റെ പുസ്തകം ഏറ്റവും കൂടുതൽ വിമർശനം രതിയുടെ അത്ര വിവരണം വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എടുത്തു നോക്കൂ. ചരിത്രത്തിൽ യൂറോപ്പിലൊക്കെ 19-ാം നൂറ്റാണ്ടിലാണ് ലൈംഗിക പഠനങ്ങളൊക്കെ സാധ്യമാകുന്നതെങ്കിൽ നമുക്ക് BC ഏതോ നൂറ്റാണ്ടു മുതൽ ഇന്ത്യയിലെ മുഴുവൻ കൃതികളും ഏതിനും വാത്സ്യായൻ അടങ്ങുന്ന ആളുകളുടെ വലിയ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഇതിൽ സ്റ്റഡി നടന്നത് എവിടെയാണ്? ഇപ്പോൾ മലയാള സാഹിത്യം എടുത്ത് നോക്കൂ, ഒന്നിലും ഇത്തരം കാര്യങ്ങളില്ലേ. ഇപ്പോൾ വള്ളത്തുള്ളൊക്കെ നമുക്ക് ഇറോട്ടിക് പോയറ്റ് എന്നൊക്കെ വിളിക്കേണ്ടി വരും. അതിനുശേഷം ബഷീർ എടുത്ത് നോക്കുക, ശബ്ദങ്ങൾ എടുത്ത് നോക്കുക, ബഷീറിൻ്റെ മറ്റ് കൃതികൾ എടുത്ത് നോക്കുക. അങ്ങനെ നമ്മൾ വിദേശ പുസ്തകങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയ വിദേശ പുസ്തകങ്ങൾ എടുത്തു നോക്കൂ, നമ്മളത് മലയാളത്തിൽ ആഘോഷിക്കും. പക്ഷേ അതിലെ രതിയുടെ അംശങ്ങൾ എടുത്ത് പോയി യോസയുടെ പുസ്തകം ആടിൻ്റെ വിരുന്ന് എന്ന പുസ്തകം മലയാളത്തിൽ ആശാല ടീച്ചറാണ് ചെയ്തത്. അതിൻ്റെ ഞാൻ പ്രേമനഗരം എത്രയാണോ ഞാൻ അത് വിവരിച്ചത് അതിൻ്റെ ഒരു 100 ഇരട്ടിയാണ്. പക്ഷേ ആ പുസ്തകം നമ്മൾ ആഘോഷിക്കും, കാരണം അത് നോബൽ പ്രൈസ് കിട്ടിയതാണല്ലോ, വിദേശ എഴുത്തുകാരനാണല്ലോ. പക്ഷേ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒന്ന് എഴുതിയാൽ ഇയാൾ ഏറ്റവും മോശപ്പെട്ട ഒരാൾ എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സമീപനമുണ്ട്. അത്തരം സമീപനങ്ങൾ എനിക്ക് തോന്നുന്നു അതോരോ വായനക്കാരുടെ ഇപ്പം ഞാനതിൽ വിവരിച്ചത് പ്രണയത്തിൽ അവരുടെ പ്രണയത്തിൽ അത് ആത്യന്തിക ആണ് എന്ന് തോന്നിയത് കൊണ്ട്, എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് എഴുതിയത്. ഇനി അത് ആവശ്യമില്ലാത്ത രചനയായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളത് ചേർക്കില്ല. അത് ആവശ്യമെന്ന് തോന്നിയത് കൊണ്ടാണ്, എനിക്കതിലൊരു കുറ്റബോധമില്ല അത് ചേർത്തതും അതിനെക്കുറിച്ച് വിവരിച്ചതും. അപ്പോഴേ അവരുടെ ഒരു പ്രണയം പൂർത്തീകരിക്കപ്പെടൂ എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അത് എഴുതിയത്. അതുകൊണ്ട് അത് എഴുതിയ തീർച്ചയായും ഇനി അങ്ങനെ എഴുതേണ്ടി വന്നാൽ ഇനിയും നമ്മൾ എഴുതും. അത് പിന്നെ വിമർശനം നേരിടുമോ വ്യക്തിഹത്യ നേരിടുമോ എന്ന് കരുതിയിട്ട് നമുക്ക് ഞാനിത് എഴുതാതിരുന്നത് കൊണ്ട് കേരളത്തിൽ ഇതൊന്നും നടക്കില്ലേ? വിവാഹം കഴിഞ്ഞ മനുഷ്യർ പ്രണയിക്കില്ലേ? വിവാഹം ചെയ്ത മനുഷ്യർ തമ്മിൽ രതിയിൽ ഏർപ്പെടില്ലേ? ഞാനിത് എഴുതുന്നില്ല എന്ന് വെക്കുക, പ്രേമനഗരം ഞാൻ എഴുതിയില്ല, എന്നിരുന്നാലും കേരളത്തിൽ അങ്ങനെ ഒരു പ്രണയം നടക്കില്ലേ? ഇനി സദാചാരവാദികൾക്ക് ഉള്ളിൽ അങ്ങനെ ഒരു പ്രണയം നടക്കില്ലേ? ഇതെല്ലാം നടക്കും.
ഇതെല്ലാം സാധ്യവുമാണ്. പക്ഷേ നമ്മൾ അതിനെ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് എഴുതുമ്പോൾ അതെന്തോ വലിയ സദാചാര പ്രശ്നം എന്ന് പറയുന്ന അതേ സദാചാരവാദത്തിൻ്റെ ഇന്ത്യയിലാണ് എല്ലാ തരത്തിലുള്ള രതിയെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമായത് എന്നത് നമ്മൾ മറന്നു പോകുന്നു എന്നതാണ്. അപ്പം വിമർശനങ്ങളെ നമ്മൾ വിമർശനങ്ങൾ കാണണം, വ്യക്തിഹത്യയെ നമ്മൾ കണ്ണടച്ച് തള്ളണം എന്നുള്ളതാണ്. ഇവിടെ വളരെ ചെറിയ കുട്ടികളാണ് അധികവും ചോദ്യങ്ങൾ ചോദിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടുള്ളത്. എൻ്റെ കൊച്ചുമോൻ 5 വയസ്സുണ്ട്. ഒരു ഓൾഡ് ജനറേഷൻ എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഒരു മുതിർന്ന ജനറേഷനിൽ നിന്ന് എനിക്ക് ചോദ്യമായിട്ടല്ല, ഇവിടെ ബിനീഷ് പറഞ്ഞ രതിയുടെ വിവരണം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലും നമുക്ക് കാണാം. അതൊന്നും മുൻ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ സീനിയർ തലമുറയിൽപ്പെട്ട ആളുകൾ ആ രീതിയിൽ യാഥാസ്ഥിക ബോധത്തോടെ കണ്ടില്ല എന്ന് വേണം നിങ്ങളുടെ കൃതികൾ വായിച്ചിട്ടുള്ള ആൾ എന്ന നിലയ്ക്ക്. കുട്ടികൾ മാത്രമല്ല, നമ്മളും അതുപോലെ വായിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ഈ എഴുത്തുകാരെവിടെയോ ഒരു അപകർഷത ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നിമ്ന പറഞ്ഞു മുട്ടത്ത് വർക്കിയുടെ കാര്യം പറയുമ്പോൾ തകഴിയുടെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഒരു അധമ സാഹിത്യത്തിൻ്റെ പ്രതിനിധിയായി മുട്ടത്ത് വർക്കിയെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനത് കാണുന്നില്ല. കേസരി ബാലകൃഷ്ണപിള്ള എന്ന അതിപ്രഗത്ഭനായ വിമർശകൻ പറഞ്ഞത് മലയാള ജനതയുടെ വായനയുടെ വാതായനം തുറന്ന അനശ്വര പ്രതിഭയാണ് മുട്ടത്ത് വർക്കി എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. അതുപോലെ NV കൃഷ്ണവാര്യരും അദ്ദേഹത്തെ ആ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഇനി ഇന്ന് നമ്മൾ മുട്ടത്തെ വർക്കിയെ വായിക്കുമ്പോൾ ഒരുപക്ഷെ തകഴിയെയും മറ്റുള്ളവരെക്കാളും ഏറെ വായിക്കപ്പെടേണ്ട ഇപ്പോൾ ഈ നിമ്നയൊക്കെ അവതരിപ്പിച്ച സ്ത്രീ പ്രശ്നങ്ങളൊക്കെ വളരെ ആഴത്തിൽ മുട്ടത്ത് വർക്കി കൂടി നമ്മളോട് സംവദിച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഈ കാലത്തിൻ്റെ എഴുത്തുകാരെന്ന നിലക്ക് മാത്രമല്ല ഒരു അനശ്വര എഴുത്തുകാരായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മിനിറ്റ്, അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഇപ്പം എൻ്റെ ആണെങ്കിലും അഖിലിൻ്റെ ആണെങ്കിലും പുസ്തകങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ വരുന്ന റിവ്യൂസിൽ ഇങ്ങനെയാണ് പറയുന്നത്, അഖിലും നിമ്നയൊക്കെ എഴുതുന്നത് മുട്ടത്ത് വർക്കി എഴുതുന്ന പോലെയാണെന്ന്. അപ്പം ഞാനൊരിക്കലും മുട്ടത്ത് വർക്കി ഒരു മോശമായ റൈറ്ററാണെന്നല്ല പറയുന്നത്. അപ്പോൾ മുട്ടത്ത് വർക്കി ഒരുപാട് ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 60s ആളുകൾ തകഴീനെ വായിച്ചു തുടങ്ങുന്നതിന് മുൻപേ ഒരു യുവതലമുറ വായനയിലോട്ട് വന്നത് മുട്ടത്ത് വർക്കിനെ വായിച്ചിട്ടാണ്. ഞാനാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള നോവൽ മനോരമയിൽ, പിന്നെ ചെമ്പകപ്പൂവ് എന്ന് പറഞ്ഞിട്ട് അങ്ങാണ്ട് ഏഷ്യാനെറ്റിൽ സീരിയലായിട്ടുള്ള ഒരു നോവലാണ് ഞാൻ ആദ്യം വായിച്ചിട്ടുള്ളത്. അപ്പം എനിക്കൊരിക്കലും വായനയിൽ ആ ഒരു ഡിഫറൻസിയേഷൻ തോന്നിയിട്ടില്ല. പക്ഷെ ആളുകൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു കാലത്ത് എല്ലാ രീതിയിലുള്ള എഴുത്തുകാരും നിലനിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജനറേഷനിലോട്ട് വരുമ്പോഴും എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് എന്ത് എഴുതണം എന്നുള്ളത്. അവർക്ക് വായനക്കാരുള്ളിടത്തോളം കാലം അവർക്ക് എഴുതാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മുട്ടത്ത് വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് എനിക്കും അഖിലിനും ഒക്കെ സർവൈവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു. ഒരേ വേദിയിൽ 3 പേരെയും കണ്ടതിൽ സന്തോഷം. നിമ്ന ചേച്ചിയോടാണ് ചോദ്യം. ഒരുപക്ഷെ ചേച്ചി എഴുതിയ കഥ എന്നിലൂടെ ഒരു പുസ്തകവും വായിക്കാത്ത 4ഉം 5ഉം പെൺകുട്ടികൾ വായിച്ചു. ഹോസ്റ്റൽ മുറിയിൽ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ വരുമ്പോൾ ഞാൻ എടുത്ത് വായിക്കുമ്പോൾ ചേച്ചി ഇത് നല്ലതാണോ, എപ്പോഴും വായിക്കാറുണ്ടല്ലോ. അപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ കൃത്യമായിട്ട് വായിക്കാൻ പറ്റാറില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ചോദിക്കും, ചേച്ചി ഇത് നല്ലതാണോ. അങ്ങനെ എൻ്റെ റൂമിനുകൾക്കപ്പുറം 3-4 റൂമുകളിലെ 5ഉം 6ഉം പെൺകുട്ടികൾ എൻ്റെ ഇന്ന് പോയി ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരുടെ ഒരു ചോദ്യം, ചേച്ചി ശരിക്കും ഇത് എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ കൗമാരക്കാരായ പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണോ എഴുതിയിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പെൺകുട്ടികൾ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ എന്നെ ആരും ഇത് ചെയ്യാനില്ല, ചേച്ചി അതിൽ പറയുന്നുണ്ട് നമ്മളെ ആരും നോക്കാനില്ല എന്നുള്ളൊരു ഇതുണ്ട്. അതങ്ങനെ ചേച്ചി ഒരു പെൺകുട്ടികളെ ഫോക്കസ് ചെയ്താണോ ആ സമയത്ത് ഇതല്ല ചേച്ചി ആ സമയത്ത് എന്താണ് അത് എഴുതിയ സമയത്ത് ചേച്ചിയുടെ എന്തായിരുന്നു മൈൻഡിൽ തോന്നിയൊരു സംഭവം എന്നൊന്ന് പറയാം? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു ഇരുണ്ട കാലഘട്ടം കടന്നു വന്ന ശേഷം നമ്മൾ ആ സമയങ്ങളെ എങ്ങനെ മുന്നോട്ട് നടന്നു, നമ്മൾ ആ സമയത്ത് എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് നമ്മൾ പറയുന്ന സമയത്ത് അത് വേറൊരു വ്യക്തിയുടെ സർവൈവൽ ഗൈഡായിട്ട് മാറും. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴേ അവൻ ചെയ്തല്ലോ, അവന് പറ്റിയല്ലോ, അപ്പം നിങ്ങൾക്കും പറ്റില്ലേ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അതേപോലെ അതിഥി എന്നുള്ളൊരു ക്യാരക്ടറിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചത്, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ വളർന്നു വരുന്നത് വളരെ സ്റ്റീരിയോട്ടിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ്.
അപ്പം അവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് അരുതുകളാണ് നമുക്ക് എപ്പോഴും കൂടുതൽ. ഇപ്പം നമ്മൾ ജനിച്ചു വീഴുന്ന മുൻപേ നമുക്ക് കേൾക്കുന്നത് നോകളാണ്, യെസ്സുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനൊരു സൊസൈറ്റിയിൽ സ്വന്തമായിട്ട് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. അപ്പം എനിക്കും അത് അറിയില്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്ന സമയത്ത്, ഞാൻ കണ്ടന്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. അതിലിപ്പം റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും, പാരൻസിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഗേ റിലേഷൻഷിപ്പുകളാണെങ്കിലും. അപ്പോൾ ഈ പുസ്തകം ഒരു പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പറയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ ഈ ബുക്ക് വായിച്ച ശേഷം ഒരുപാട് ആൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് അതിഥി എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളും ഒക്കെ ആണെങ്കിലും കടന്നു പോകുന്ന ഇമോഷൻസ് സെയിം ആണ്. അതുകൊണ്ടാണ് ഒരു സിനിമയിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നത്. കാരണം പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ വ്യത്യസ്തമാവുന്നത് നമ്മളത് പങ്കുവെക്കുന്ന ആളുകൾ ഡിഫറെൻ്റ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിഥി എന്നുള്ളൊരു ക്യാരക്ടർ ഇന്ന് ഒരുപാട് പേരുടെ ഒരു ഹോപ്പാണ്. അപ്പം അതിഥിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും കഴിയും എന്നുള്ള രീതിയിൽ. അപ്പം എൻ്റെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, സൂയിസൈഡ് വാർഡിൽ നിന്ന് ഞാൻ മുന്നോട്ട് നടന്നത്, ആ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ മുന്നോട്ട് നടന്നത് ഈ പുസ്തകം മുന്നോട്ട് വെച്ചിട്ടാണെന്ന്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സം ഓർ അതർ വേ ആളുകളുടെ ലൈഫിൽ നമ്മളൊരു ഹോപ്പ് ആവുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നത് വളരാണ്. അപ്പോൾ ഇത് പെൺകുട്ടികൾക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രായമായിട്ടുള്ള കുറേ അമ്മമാർ, ഒരു 60-50 അമ്മമാർ എൻ്റെ അടുത്ത് പറയുണ്ടായി, ഞാൻ ആദ്യമായിട്ട് രാത്രിയിൽ കടലിൽ കിടന്നിട്ട്, കടൽ തീരത്ത് കിടന്നിട്ട് നക്ഷത്രങ്ങൾക്ക് എത്ര തിളക്കുണ്ടാവും എന്ന് കാണുന്നത് നിമ്നയുടെ പുസ്തകം വായിച്ചിട്ടാണ്. കാരണം എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു രാത്രി ഞങ്ങൾ പുറത്തിറങ്ങി എന്താ സംഭവിക്കാന്ന്. 10-50 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇവിടുത്തെ തിരയും ആകാശവും കാണാതെ ഞങ്ങൾ മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഒന്നും നേടണ്ട, പക്ഷേ അവരെ രാത്രിയിൽ ആകാശങ്ങളുടെ തിളക്കം കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സർ റൈറ്റർ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു.